ഇത്തവണ നമുക്ക് ലൂക്ക ടോക്കിനായിട്ട് കിട്ടിയിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ ഒരു ശാസ്ത്രജ്ഞനെയാണ്. അദ്ദേഹം പ്രൊഫസർ റെജി ഫിലിപ്പ്, സി വി രാമൻ തന്നെ ആരംഭിച്ച രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറാണ് അദ്ദേഹം. ലൈറ്റ് ആൻഡ് മാറ്റർ എന്നുള്ള വിഷയത്തിലെ ഗവേഷകനാണ്. അദ്ദേഹത്തെ കുറിച്ച് 2-3 വാചകങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഡോക്ടർ റെജി ഫിലിപ്പ് അദ്ദേഹത്തിന്റെ MSc-യും PhD-യും ചെയ്തത് കേരളത്തിലെ കൊച്ചി സർവകലാശാലയിൽ നിന്നാണ്. അതിനുശേഷം ബോംബെയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ, ജർമ്മനിയിലൊക്കെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണത്തിന് ശേഷം ബംഗളൂരുവില് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. അദ്ദേഹം ഏതാണ്ട് 25 വർഷം അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരവധി പേരെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് സാധാരണക്കാരോടും കുട്ടികളോടും ഒക്കെ രാമന്റെ വർക്കിനെ കുറിച്ചിട്ടും ലൈറ്റും മാറ്റും നമ്മുടെ ഇന്ററാക്ഷനെ കുറിച്ചെല്ലാം സംസാരിക്കാൻ വലിയ താല്പര്യമുള്ള ആളാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഏറ്റിരുന്നതാണ്, പക്ഷെ തിരക്ക് മൂലം അത് സാധിച്ചില്ല. അപ്പോൾ ഈ വർഷം കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇത് വളരെ പ്രയോജനപ്പെടും. കാരണം ഇതിലെ കേൾവിക്കാരായുള്ള പലരും പിന്നീട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ രാമൻ എഫക്ട്, അതിന്റെ കണ്ടെത്തല്, അതിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോ ആ വിഷയത്തില് നല്ല പ്രാവീണ്യം ഒരാളെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൽ വളരെ സന്തോഷം. അപ്പൊ ഞാൻ കൂടുതൽ മുഖവരില്ലാതെ ഡോക്ടർ റെജി ഫിലിപ്പിനെ ഈ ലൂക്ക ടോക്കിന് വേണ്ടിയിട്ട് ക്ഷണിക്കുക. Thank you very much, sir, for the kind introduction. ഞാൻ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ലൂക്ക ടോക്കിലേക്ക് എനിക്ക് ഒരു ഇൻവിറ്റേഷൻ തന്നതിൽ ഷാജി സാറിനോട് എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ടോക്കിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് രാമൻ ഇഫക്റ്റ്, ഡിസ്കവറി ആൻഡ് ആപ്ലിക്കേഷൻസ്. രാമൻ ഇഫക്റ്റിനെ പറ്റി നാം സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, അല്ലെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, രാമൻ ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ഗവേഷണം നടത്തി നൊബേൽ പ്രൈസ് ലഭിച്ച ഒരു വ്യക്തിയാണ്. 1930 അദ്ദേഹത്തിന് ആ നൊബേൽ പ്രൈസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുമായിരുന്ന ഗവേഷണങ്ങൾക്ക് വളരെയധികം പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു സമയമാണത്. രാജ്യം സ്വതന്ത്രമായിട്ടില്ല. നമ്മൾ ഒരു ഗവേഷണത്തില് അല്ലെങ്കിൽ സയൻസിലൊക്കെ അധികം മുന്നിലൊന്നുമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം തൻ്റെ സ്വന്തമായ ഗവേഷണങ്ങൾ നടത്തി ഈ ഒരു വലിയ ബഹുമതി രാജ്യത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞതുപോലെ രാമന് നൊബേൽ പ്രൈസ് കിട്ടുന്നത് 1930 സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നുള്ള മേഖലയിൽ, നമ്മൾ രാമൻ ഇഫക്റ്റ് എന്നിപ്പോൾ വിളിക്കുന്നു, ലൈറ്റ് സ്കാറ്ററിങ്ങിനെ പറ്റി അദ്ദേഹം നടത്തിയ ഗവേഷണം, അതിനാണ് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. ഈ ഡിസ്കവറി പുറം ലോകത്തിനോട് ഫോർമലായിട്ട് അനൗൺസ് ചെയ്യുന്നത് 1928 ഫെബ്രുവരി 29 രാമന്റെ പേരിൽ തന്നെ ഉള്ള ഈ ഇഫക്റ്റിന്, ഈ പ്രതിഭാസത്തിന് നമ്മൾ രാമൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് യഥാർത്ഥത്തിൽ രാമൻ ഇഫക്റ്റ് എന്ന് ഈ പ്രതിഭാസത്തിന് പേര് കൊടുത്തത്. ഡിസ്കവറി അതിന്റെ തലേദിവസമായിരുന്നു, അതായത് 28 ഫെബ്രുവരി. അന്നാണ് കൺഫേംഡ് ആയിട്ട് ഈ എക്സ്പെരിമെന്റ്, ഇങ്ങനെ ഒരു സ്കാറ്ററിംഗ് നടക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകാൻ സാധിച്ചത്. അതിനു മുമ്പ് ധാരാളം എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്, എങ്കിലും ഉറപ്പിക്കുന്നത് ആ ഒരു ദിവസമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ദിവസം നാഷണൽ സയൻസ് ഡേ ഇൻ ഇന്ത്യ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. രാമൻ ജനിക്കുന്നത് തമിഴ്നാട്ടിലാണ്, തൃശ്ശിനാപ്പള്ളി ട്രിച്ചി എന്ന് നമ്മൾ പറയുന്ന സ്ഥലം. 1888 നവംബർ 7 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ചന്ദ്രശേഖരൻ അയ്യർ ഒരു പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് ആയിരുന്നു വിശാഖപട്ടണത്ത് ഒരു കോളേജില്. അദ്ദേഹത്തിന്റെ മാതാവ് പാർവതി അമ്മാൾ ഒരു സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത്, ഇടതുവശത്ത് കാണുന്ന ചിത്രം, ട്രിച്ചിക്ക് അടുത്ത്
അദ്ദേഹം ജനിച്ച ഗ്രാമത്തില് അദ്ദേഹത്തിന്റെ ആ ഭവനമാണ്. വലത്തുവശത്ത് താഴെ കാണുന്ന ചിത്രം അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആൻസിസ്ട്രൽ ഹൗസ് ആണ്. രാമന്റെ വിദ്യാഭ്യാസം മദ്രാസിലായിരുന്നു. BA ഡിഗ്രി സയൻസിൽ, അന്ന് BA ആണ്, BSc ഒക്കെ പിന്നീടാണ് BSc എന്നൊക്കെ പറയാൻ തുടങ്ങിയത്. BA ഡിഗ്രി 1904 ലഭിക്കുന്നു. 1ാം സ്ഥാനവും ഗോൾഡ് മെഡലും ഫിസിക്സിൽ കരസ്ഥമാക്കുന്നു. അതുപോലെ 1907 MA ഡിഗ്രിയും പ്രസിഡൻസി കോളേജിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അപ്പോഴും ഹയസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് റാങ്ക് ഹോൾഡർ ആണ് രാമൻ. ആ താഴെ കാണുന്ന ചിത്രം ആ നാളുകളിൽ പ്രസിഡൻസി കോളേജിൽ ഫിസിക്സ് ലാബ് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഫോട്ടോ ആണ്. അതുപോലെ 1906 രാമൻ ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിരിക്കുന്ന കാലത്തെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് അടുത്തത് അതിന്റെ വലതുവശത്തായിട്ട് കാണുന്നത്. ഇത് പ്രസിഡൻസി കോളേജിന്റെ 1903 BA ക്ലാസ് ആണ് കാണുന്നത്. രാമന്റെ മുഖം ഒരു സർക്കിളിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ആ ഒരു കാലത്തൊക്കെ നമ്മൾ ബ്രിട്ടീഷ് റൂളിന് കീഴിലായതുകൊണ്ട് കോളേജുകളിലും അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വെള്ളക്കാര് ആയിരുന്നു പ്രധാനമായിട്ടും പ്രിൻസിപ്പൽമാരും ഡയറക്ടർമാരും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയും ഈ ചിത്രത്തിലും രാമന്റെ അധ്യാപകരിൽ നമുക്ക് 2 ബ്രിട്ടീഷുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. രാമന്റെ ടീച്ചേഴ്സ് രാമനെ പറ്റി എപ്പോഴും വളരെ നല്ല ഉയർന്ന അഭിപ്രായമാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. The best student I had in 30 years, a young man of independence and strength of character, exhibits an unusual appreciation of English literature and a facility in idiomatic expression, possessing great alertness of mind and is strongly intellectual. ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് രാമനെ പറ്റി രാമന്റെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രാമൻ എന്നുള്ളത് പ്രത്യേകം നമുക്ക് ഈ അവസരത്തിൽ പ്രസ്താവ്യമാണ്. 1906 തന്നെ രാമൻ തന്റെ ആദ്യത്തെ സയന്റിഫിക് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു. അത് ഡിഫ്രാക്ഷനിലായിരുന്നു ആ പേപ്പർ. രാമൻ ആ സമയത്ത് ഒരു സ്റ്റുഡന്റ് ആണ്, അദ്ദേഹത്തിന്റെ MA കഴിയുന്നതേ ഉള്ളൂ. ആൻഡ് ദിസ് അപ്പിയർഡ് ഇൻ ദി ഫിലോസോഫിക്കൽ മാഗസിൻ, ഒരു പ്രധാനപ്പെട്ട ഒരു സയൻസ് ജേർണൽ ആയിരുന്നു ഫിലോസോഫിക്കൽ മാഗസിൻ. പലർക്കും അറിയാത്ത ഒരു കാര്യം, രാമൻ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു. ഐൻസ്റ്റൈൻ നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു നമുക്കറിയാം. അതുപോലെ രാമനും നല്ലൊരു വയലിനിസ്റ്റ് തന്നെയായിരുന്നു. വളരെ നന്നായി വയലിൻ വായിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് സംഗീതത്തിലും അക്കോസ്റ്റിക്സിലും ഒക്കെ അതിയായ ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത് മൂലം പൊതുവെ ആ ഒരു കമ്മ്യൂണിറ്റിയില് കലയിലും സംഗീതത്തിലും ഒക്കെ ധാരാളം താല്പര്യമുള്ള ആളുകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെയായിരുന്നു രാമനും ഈ വിഷയങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു. പിന്നീട് ഒരു സമയത്ത് രാമൻ വയലിനെ പറ്റി ഒരു മോണോഗ്രാഫ് എഴുതുന്നുണ്ട്. അതിന് സൈൻ ചെയ്യുന്നത് യഹൂദി മെനൂഹിൻ എന്ന് അക്കാലത്തെ വളരെ ലോക പ്രശസ്തനായ ഒരു വയലിനിസ്റ്റ് ആണ് ആ അതിൽ ഓട്ടോഗ്രാഫ് ചെയ്യുന്നത്, അതായത് സൈൻ ചെയ്യുന്നത്. 1907 രാമന്റെ വിവാഹം നടക്കുകയാണ്. നടക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ രാമസ്വാമി ശിവൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ ആയിരിക്കുന്ന സമയത്ത് ഒരു ത്യാഗരാജ കീർത്തനം, രാമ നീ സമാനം എവരോ, അത് വീണയിൽ വായിക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള അർത്ഥം, രാമ നിനക്ക് തുല്യനായി ആരുണ്ട്, അങ്ങനെയാണ് കീർത്തനം ആരംഭിക്കുന്നത്. രാമായണത്തിലെ രാമനെയാണ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത്. വളരെ നന്നായി വീണയിൽ ഈ പാട്ട് കേട്ടപ്പോൾ ഇത് വായിക്കുന്നത് ആരാണെന്ന് രാമൻ അന്വേഷിക്കുകയും സുഹൃത്തായ ശിവന്റെ സിസ്റ്റർ ഇൻ ലോ ആയിട്ടുള്ള ലോകസുന്ദരി അമ്മാൾ എന്ന പെൺകുട്ടിയാണെന്ന് അറിയുകയും ചെയ്യുന്നു. അപ്പോൾ രാമന് ലോകസുന്ദരിയോട് ഒരു ഇഷ്ടം തോന്നുന്നു.
കുടുംബങ്ങൾ ആലോചിച്ച് വിവാഹം ഉറപ്പിക്കുന്നു, നടത്തുന്നു. ജൂൺ 2, 1907 രാമന്റെ വിവാഹം നടക്കുകയാണ്. ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ രാമന്റെ അപ്പോൾ MA കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് കൽക്കട്ടയില് രാമന് ജോലി കിട്ടുകയാണ്. അപ്പോൾ രാമൻ കൽക്കട്ടയിലേക്ക് തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ ഗവേഷണം ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എങ്കിലും ആ ഒരു സമയത്ത് വളരെ നല്ലൊരു ജോലിയാണത്. അപ്പോൾ അത് അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നില്ല. ജോയിൻ ചെയ്യാനായിട്ട് കൽക്കട്ടയിലേക്ക് തിരിക്കുന്നു. ആ സമയത്തുള്ള രാമന്റെ ഒരു ഫോട്ടോ ആണ് ഈ കാണുന്നത്. കൽക്കട്ടയിലെത്തി ജോലിക്ക് പോയി തുടങ്ങി ഏതാണ്ട് ഒരാഴ്ചയോ മറ്റോ എത്തുന്ന ഒരു സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി ഒരു ചെറിയൊരു ബോർഡ് റോഡിന്റെ സൈഡിൽ രാമന്റെ കണ്ണിൽപ്പെടുന്നു. ആ ബോർഡിൽ എഴുതിയിരുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ്, IACS. ഇതായിരുന്നു ബോർഡിൽ എഴുതിയിരുന്ന പേര്. അപ്പോൾ രാമന് ഇത് കണ്ടപ്പോൾ താല്പര്യമായി. അദ്ദേഹം ട്രാമിൽ നിന്നും അവിടെ തന്നെ ഇറങ്ങി ഈ കെട്ടിടത്തിലേക്ക് നടക്കുകയാണ്. ആ കെട്ടിടത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ കണ്ടുമുട്ടുന്നത് IACS എന്ന സ്ഥാപനത്തിന്റെ ആ സമയത്തെ സെക്രട്ടറിയായ അമൃതലാൽ സർക്കാർ എന്ന വ്യക്തിയാണ്. അമൃതലാൽ സർക്കാർ ഈ കെട്ടിടത്തിന്റെ ഹിസ്റ്ററി രാമന് പറഞ്ഞു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അത് അദ്ദേഹത്തിന്റെ അമ്മാവനായ മഹേന്ദ്രലാൽ സർക്കാർ എന്ന ഒരു മെഡിക്കൽ ഡോക്ടർ, അദ്ദേഹം ഒരു വിഷണറി കൂടിയായിരുന്നു. 1875 മഹേന്ദ്രലാൽ നിർമ്മിച്ച സ്ഥാപനമാണ് IACS. അദ്ദേഹത്തിന് ഇത് നിർമ്മിക്കാൻ സാധിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, വിജയനഗരത്തിലെ മഹാരാജാവ് അദ്ദേഹത്തിന് ഒരു വളരെ ജനറസ് ആയിട്ടുള്ള ഒരു ഡൊണേഷൻ കൊടുത്തു. സയൻസിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള സജഷനോടുകൂടി കൊടുത്ത ആ തുക ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ലബോറട്ടറി അദ്ദേഹം IACSൽ നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ലബോറട്ടറി നല്ലതായിരുന്നുവെങ്കിലും ഇത് ഉപയോഗിക്കാൻ അധികം ആൾക്കാരെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രാമൻ അങ്ങോട്ട് കയറി ചെല്ലുന്നതും വളരെ സന്തോഷത്തോടു കൂടി അമൃതലാൽ സർക്കാർ ലബോറട്ടറിയുടെ താക്കോലുകൾ രാമനെ ഏൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സംഭവമായിരുന്നു അത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് കൽക്കട്ടയിലെത്തി വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു ലാബിൽ വർക്ക് ചെയ്യാനുള്ള അവസരം രാമന് ലഭിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്കറിഞ്ഞുകൂടാ, ഒരുപക്ഷെ നൊബേൽ പ്രൈസ് വരെ എത്തുമായിരുന്ന ഒരു ഗവേഷണം അദ്ദേഹം നടത്തുമായിരുന്നോ എന്ന് നമുക്ക് അറിയില്ല. IACSന്റെ ഇപ്പോഴത്തെ ഫോട്ടോ ആണ് ഇത്. അന്ന് ഇത്ര വലുതായിരുന്നില്ല. പിന്നീട് അത് വലിയ സ്ഥാപനമായി മാറി. നല്ലൊരു പൂന്തോട്ടം, ഒരു കുളം ഒക്കെ IACSൽ ഇപ്പോൾ ഉണ്ട്. ആ കാലത്ത് പ്രശസ്തരായിട്ടുള്ള മറ്റ് ശാസ്ത്രജ്ഞന്മാരും സർ JC ബോസ് ഉണ്ട്, സർ PC റേ ഉണ്ട്, അതുപോലെ സർ അശുതോഷ് മുഖർജി ഉണ്ട്. ഇവരൊക്കെ അസോസിയേഷനിൽ ലെക്ചേഴ്സ് കൊടുക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ കൽക്കട്ടയിലുള്ള ശാസ്ത്ര കുതികളായിട്ടുള്ള കുറെ ആളുകളാണ് പൊതുവെ ഈ ലെക്ചേഴ്സ് ഒക്കെ കേൾക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇവരൊക്കെ ശാസ്ത്രജ്ഞന്മാരായിരുന്നുവെങ്കിലും അവരുടെ സ്വന്തം ഗവേഷണം അവർ ചെയ്തുകൊണ്ടിരുന്നത് അവരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കോളേജുകളിലായിരുന്നു. ഇവരൊക്കെ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളായിരുന്നു. IACSൽ അവരാരും ഒരു ഗവേഷണവും ചെയ്തിരുന്നില്ല. അത് ചെയ്ത് തുടങ്ങിയത് രാമനാണ്. അപ്പോൾ രാമൻ തന്റെ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ ഗവേഷണങ്ങൾ IACSൽ നടത്തി വരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കാലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിരാവിലെ എഴുന്നേൽക്കും, IACSലേക്ക് ഓടും, കുറെ എക്സ്പെരിമെന്റുകൾ ചെയ്യും, ഓടി തിരിച്ചു വന്ന് വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തൻ്റെ ഓഫീസിലേക്ക് പോകും. ഓഫീസ് ജോലികളൊക്കെ നിർവഹിച്ച ശേഷം വൈകുന്നേരം നേരെ വരുന്നത് ലാബിലേക്കാണ്. അവിടെ കുറെ സമയം വർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് ഓടി ഭക്ഷണവും കഴിച്ച് വീണ്ടും തിരിച്ചു വന്ന് രാത്രി 12, 12:30, 1 മണി വരെയൊക്കെ ജോലി ചെയ്ത് അത്ര കഠിനമായിട്ട്
അത്രയധികം പരീക്ഷണങ്ങളെയും ശാസ്ത്രത്തെയും സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു രാമൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഷെഡ്യൂൾ ആ ഒരു കാലഘട്ടത്തിൽ. 1907 തന്നെ രാമൻ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. റംഗൂൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അന്ന് ബർമ എന്നാണ് പറയുക, നമ്മൾ ഇന്ന് മ്യാൻമർ എന്ന് പറയും. അതുപോലെ പഴയ റംഗൂണിന്റെ ഇപ്പോഴത്തെ പേര് യാങ്കോൺ എന്നാണ്. അപ്പോൾ കറൻസി ഓഫീസർ എന്ന തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് രാമനെ റംഗൂണിലേക്ക് അയക്കുന്നു. എന്നാൽ 1910 സെപ്റ്റംബറിൽ അദ്ദേഹത്തെ നാഗ്പൂരേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായിട്ട്. 1911 രാമന് കൽക്കട്ടയിലേക്ക് തന്നെ തിരിച്ച് മാറ്റം ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹവും കൽക്കട്ടയിലേക്ക് വരാനായിരുന്നു. കാരണം കൽക്കട്ടയിൽ ഉണ്ടെങ്കിലാണല്ലോ IACS ഗവേഷണങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1907 മുതൽ 1914 വരെ രാമൻ കൂടെ വർക്ക് ചെയ്യാൻ അധികം ആൾക്കാരൊന്നുമില്ല. ആകെയുള്ളത് ഒരു ലാബ് അസിസ്റ്റന്റ് ആണ്, ആശു ബാബു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആ ഒരാളുടെ സഹായം മാത്രമാണ് രാമൻ ഉണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ രാമൻ ചെയ്യുന്നത് കൂടുതലും അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ആണ്. അവിടെ ഒരു 7-inch ടെലിസ്കോപ്പ് ഉണ്ടായിരുന്നു, IACS റൂഫിൽ മൗണ്ട് ചെയ്തിരുന്നു. അതുപയോഗിച്ച് കുറെ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഒക്കെ രാമൻ നടത്തുന്നുണ്ട്. പിൽക്കാലത്ത് രാമന്റെ അനന്തരവനായിട്ടുള്ള സഹോദരിയുടെ മകനായിട്ടുള്ള S. ചന്ദ്രശേഖർ, അദ്ദേഹം ബ്ലാക്ക് ഹോൾസിനെ പറ്റിയുള്ള പഠനത്തിന് ഫിസിക്സിൽ നൊബേൽ പ്രൈസ് വാങ്ങുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കാലക്രമേണ രാമന്റെ അതിയായ താല്പര്യവും അതുപോലെ അതിമനോഹരമായിട്ട് ലെക്ചേഴ്സ് കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു രാമൻ. അദ്ദേഹത്തിന് സബ്ജക്റ്റിൽ നല്ല അവഗാഹം ഉണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല, വളരെ നല്ല ഇഡിയോമാറ്റിക് ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങൾ മൂലം ധാരാളം യങ്സ്റ്റേഴ്സ് ഒക്കെ IACS വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ IACS പതിയെ പതിയെ ശാസ്ത്രത്തിൽ ഇഷ്ടമുള്ള ചെറുപ്പക്കാരെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അപ്പൊ ആ ഒരു സമയത്ത് രാമൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് അക്കൗസ്റ്റിക്സിലും ഓപ്റ്റിക്സിലുമാണ്. 1919 അമൃതലാൽ സർക്കാർ മരിക്കുന്നു. അതോടുകൂടി രാമൻ IACS ഓണററി സെക്രട്ടറി ആയി മാറുകയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് IACS ഒരു സെമിനാർ നടക്കുന്നതാണ്. അത് കേൾക്കാനായി വന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1914 അന്ന് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്ന സർ അശുതോഷ് മുഖർജി രാമന് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർഷിപ്പ് ഓഫർ ചെയ്യുന്നു. സർ താരകാനാഥ് പാലിത് പ്രൊഫസർഷിപ്പ് ഇൻ ഫിസിക്സ്, അതാണ് രാമന് അദ്ദേഹം ഓഫർ ചെയ്യുന്നത്. അതിലുണ്ടായിരുന്ന ഒരു ചെറിയ ഒരു കുഴപ്പം, ഈ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പോസ്റ്റിൽ രാമന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ സമയത്ത് ഗവൺമെന്റിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന സാലറിയുടെ ഏതാണ്ട് പകുതി മാത്രമായിരുന്നു. എങ്കിൽ തന്നെയും എക്കാലത്തെയും തന്റെ ആഗ്രഹമായിരുന്ന ഗവേഷണത്തിൽ പൂർണ്ണമായും മുഴുകാനുള്ള ആ ഒരു അവസരം അദ്ദേഹം വേണ്ടെന്ന് വെച്ചില്ല. 1917 രാമൻ തന്റെ ഗവൺമെന്റ് ജോബ് ക്വിറ്റ് ചെയ്തിട്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് ചേരുകയാണ് ഉണ്ടാകുന്നത്. വീണ്ടും അദ്ദേഹം കുറച്ച് അക്കൗസ്റ്റിക്സിലുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തുന്നുണ്ട്. ഈ വർക്കുകൾ അക്കൗസ്റ്റിക്സിലും ഒപ്റ്റിക്സിലും അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ പബ്ലിഷ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു റെക്കഗ്നീഷൻ, ഒരു പേരൊക്കെ കിട്ടിത്തുടങ്ങുന്നു. ഇപ്പൊ രാമൻ ആ സമയത്ത് സ്പെഷ്യലൈസ് ചെയ്യുന്നത് വൈബ്രേഷൻസ്, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ വയലിൻ, വീണ, തമ്പുരു, ഇതിന്റെയൊക്കെ സ്വരങ്ങൾ, അതുപോലെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ്, തബല, മൃദംഗം, അതിന്റെയൊക്കെ സ്വരങ്ങൾ, ഇതേപ്പറ്റിയുള്ള പഠനമാണ് രാമൻ അന്ന് നടത്തുന്നത്. 1921 രാമൻ ഏകദേശം 50 ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓപ്റ്റിക്സിലും അക്കൗസ്റ്റിക്സിലുമായിട്ട്. ഇതൊക്കെ ഇന്റർനാഷണൽ ജേർണൽസിലാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇംഗ്ലണ്ടിലും മറ്റുമുള്ള ശാസ്ത്രജ്ഞർക്ക്, യൂറോപ്പിലുള്ള ശാസ്ത്രജ്ഞർക്ക് പലർക്കും രാമൻ
അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻസിൽ കൂടി പരിചിതനാകുന്നുണ്ട്. ആ സമയത്ത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ VC-യുടെ അഭിപ്രായ പ്രകാരം രാമൻ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായി. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കടൽ കടന്നുള്ള യാത്ര. അവിടെ അദ്ദേഹത്തിന് നല്ലൊരു സ്വാഗതം ലഭിക്കുന്നു. സ്വാഗതം ചെയ്യുന്നത് വലിയ ആളുകൾ തന്നെയാണ്. JJ തോംസൺ, ലോർഡ് റുദർഫോർഡ്, അവരൊക്കെയാണ് അദ്ദേഹത്തെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്യുന്നത്. തിരിച്ചുള്ള യാത്രയിൽ കപ്പൽ യാത്രയാണ്. അന്ന് ഇന്നത്തെ പോലെ വിമാനങ്ങളൊന്നുമില്ല. 15 ദിവസം വേണം ലണ്ടനിൽ നിന്നും ആഫ്രിക്ക ചുറ്റി ബോംബെയിലെത്താനായിട്ട്. അപ്പൊ ആ സമയത്ത് മെഡിറ്ററേനിയൻ കടലിന്റെ ബ്ലൂ കളർ, അതിന്റെ നീല നിറത്തിൽ രാമൻ ആകൃഷ്ടനായി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വോയേജിലാണ് അദ്ദേഹം വളരെ നേരം അദ്ദേഹം സമുദ്രത്തിന്റെ നീല നിറം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ലൈറ്റ് സ്കാറ്ററിംഗ് ഫിനോമിനയിൽ രാമന് താല്പര്യം ഉണ്ടാകുന്നത് ആ ഒരു സമയത്താണ്. അന്ന് വരെയുള്ള ഒരു വിചിന്തനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, കടലിന് ഇത്രയും നീല നിറം വരുന്നത് സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ മൂലമാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഇതേപ്പറ്റി ആരും അധികമൊന്നും പഠിച്ചിരുന്നില്ല. പക്ഷേ വളരെ ചെറിയ ചില ഒബ്സർവേഷൻസിൽ കൂടി ഇത് സൺലൈറ്റിന്റെ റിഫ്ലക്ഷൻ അല്ല എന്ന് രാമന് മനസ്സിലായി. ഏതായാലും 15 ദിവസം കഴിഞ്ഞ് ബോംബെയിൽ കപ്പൽ ഡോക്ക് ചെയ്യുന്ന സമയത്ത് രാമൻ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നേച്ചർ എന്ന ജേണലിലേക്ക്, നേച്ചർ അന്നും ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻസ് ജേണലാണ്, പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജേണലാണ്, അതിലേക്ക് ഒരു ലെറ്റർ രാമൻ അയക്കുകയാണ്. അദ്ദേഹം പറയുന്നത് സമുദ്രത്തിന്റെ നീല നിറം ഉണ്ടാകുന്നത് ലൈറ്റ് റിഫ്ലക്ഷൻ മൂലമല്ല, ലൈറ്റ് സ്കാറ്ററിംഗ് ബൈ വാട്ടർ മോളിക്യൂൾസ് എന്നാണ് അദ്ദേഹം ആ ലെറ്ററിൽ പറഞ്ഞു വെച്ചത്. ഇതോടുകൂടി സ്വന്തം ലാബിൽ കുറച്ച് ലൈറ്റ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് തുടങ്ങണമെന്ന് രാമന് ഒരു ചിന്ത ഉദിക്കുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് എത്തി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ രാമനും ആ കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ശേഷഗിരി റാവു എന്ന ഒരു വ്യക്തിയും കൂടി വെള്ളത്തിൽ നിന്നും ലൈറ്റ് എങ്ങനെയാണ് സ്കാറ്റർ ചെയ്യുന്നത് എന്നുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. 1922 രാമൻ ഒരു മോണോഗ്രാഫ് എഴുതുന്നുമുണ്ട്, മോളിക്കുലാർ ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ നമുക്ക് അറിയാം റാലെ സ്കാറ്ററിംഗ് ആണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ റാലെ സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻവേഴ്സ് ഓഫ് ദി 4th പവർ ഓഫ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്തോറും സ്കാറ്ററിംഗ് ഇന്റൻസിറ്റി വളരെയധികം വർദ്ധിക്കും. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് സ്കാറ്റേർഡ് ആവുന്നത് അന്തരീക്ഷത്തിൽ. അപ്പോ അതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് നമ്മൾ നീല നിറത്തിൽ സ്കൈ കാണും എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ റാലെ സ്കാറ്ററിംഗ് അറിയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എങ്കിലും രാമൻ തന്റെ പഠനങ്ങൾ ഒരു മോണോഗ്രാഫ് അവ ഉപയോഗിച്ച് എഴുതുന്നുണ്ട്. അങ്ങനെ 1924 ആകുമ്പോഴേക്കും രാമന് FRS കിട്ടുന്നു, ഫെലോ ഓഫ് ദി റോയൽ സൊസൈറ്റി എന്നുള്ള അംഗീകാരം ലഭിക്കുന്നു. 1926 രാമൻ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സ് തുടങ്ങുന്നു. 1928 പ്രസ് അനൗൺസ്മെന്റ് നടത്തുന്നു, ഡിസ്കവറി ഓഫ് രാമൻ ഇഫക്റ്റ്. എ ന്യൂ റേഡിയേഷൻ എന്ന പേരിൽ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സിൽ ആ പേപ്പർ അടിച്ചു വരുന്നുമുണ്ട്. 1929 അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് കിട്ടുന്നു, അതായത് സർ എന്ന പദവി ലഭിക്കുന്നു. 1930 നൊബേൽ പ്രൈസും ലഭിക്കുന്നു. അപ്പോൾ നൊബേൽ പ്രൈസ്, രാമൻ ഇഫക്റ്റിനെ പറ്റി ഞാൻ പിന്നാലെ പറയുന്നതാണ്. 1928 രാമന്റെ കീഴിൽ IACSലെ ലബോറട്ടറികളിൽ 32 റിസർച്ച് വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 21 പേര് ഫുൾ ടൈമും 11 പേര് പാർട്ട് ടൈം ആയിരുന്നു. അതുപോലെ തന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന്റെ ലാബിലും, അവിടെ ഒരു ലാബുണ്ട്, അവിടെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ കൃത്യമായിട്ടുള്ള എണ്ണം ഇപ്പോൾ ആരുടെയും കൈവശമില്ല. 1938 ആയതോടുകൂടി ഏതാണ്ട് 80 ശിഷ്യന്മാർ രാമന്റെ, മിക്കവാറും എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ്, കൊളാബറേറ്റേഴ്സ്, അവരൊക്കെയാണ്
ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു വലിയൊരു ശിഷ്യ സമ്പത്ത് ആ ഒരു കാലമായപ്പോൾ തന്നെ രാമന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാമൻ ധാരാളം വൈദേശികരായിട്ടുള്ള പ്രധാനപ്പെട്ട അനേകം ശാസ്ത്രജ്ഞന്മാരുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു. രാമനും കൃഷ്ണനും, അതായത് രാമൻ ഇഫക്റ്റിനെ പറ്റി പറയുന്ന പേപ്പറിൽ രാമനോടൊപ്പം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള KS കൃഷ്ണനുമുണ്ട്. കൃഷ്ണനാണ് അവസാന സമയത്ത് ധാരാളം മെഷർമെന്റ്സ് എടുത്തിട്ടുള്ളത്. രണ്ടുപേരും കൂടി സോമർഫെൽഡിനോടൊപ്പം കൽക്കട്ടയിലെ IACSൽ ഇരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണ് ഈ കാണുന്നത്. 1930 28 തൊട്ട് രാമൻ നൊബേൽ പ്രൈസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ മാസം, സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം എല്ലാ ദിവസവും അതിരാവിലെ പത്രം വരുന്നത് കാത്തിരിക്കും, പത്രം എടുത്ത് നോക്കും. നൊബേൽ പ്രൈസ് അനൗൺസ് ചെയ്യുന്ന ദിവസം തനിക്ക് കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് അദ്ദേഹം പത്രം വലിച്ചെറിഞ്ഞ അവസരം പോലും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 1930 ആകുമ്പോഴേക്കും ആ വർഷം നൊബേൽ പ്രൈസ് എനിക്ക് തന്നെ ആയിരിക്കും എന്ന് രാമന് നല്ലൊരു ബോധ്യം ഉണ്ടാവുകയും അതുകൊണ്ട് നേരത്തെ തന്നെ ടിക്കറ്റുകൾ, സ്റ്റോക്ക്ഹോമിലേക്കുള്ള ടിക്കറ്റുകൾ അദ്ദേഹം ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പ്രൈസ് അനൗൺസ് ചെയ്തതിന് ശേഷം ടിക്കറ്റ്സ് ബുക്ക് ചെയ്താൽ ഷിപ്പിലാണല്ലോ പോകുന്നത്, സമയത്ത് അവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് മുമ്പേ തന്നെ അത് ബുക്ക് ചെയ്തു. ഏതായാലും 1930 പ്രതീക്ഷിച്ചതുപോലെ രാമന് തന്നെയാണ് പ്രൈസ് ലഭിക്കുന്നത്. നമ്മൾ പറയും ഇന്ത്യയുടെ ആദ്യത്തെ സയൻസ് നൊബേൽ പ്രൈസ് രാമനാണെന്ന് പറയുമെങ്കിലും സത്യത്തിൽ അദ്ദേഹത്തിന്റെ നൊബേൽ പ്രൈസ് പോയിരിക്കുന്നത് ഇന്ത്യയുടെ അക്കൗണ്ടിലേക്കല്ല, അത് ഗ്രേറ്റ് ബ്രിട്ടന്റെ അക്കൗണ്ടിലേക്കാണ് പോയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 1930 ഇന്ത്യ എന്നൊരു രാജ്യം ഇല്ല. അപ്പോൾ രാമൻ നൊബേൽ പ്രൈസ് ഏറ്റുവാങ്ങുന്ന സമയത്ത് അവിടെ ബ്രിട്ടീഷ് നാഷണൽ ആന്തമാണ് പാടുന്നത്, ഗോഡ് സേവ് ദ ക്വീൻ. പിന്നീട് രാമൻ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ എനിക്ക് വേദന തോന്നി. കാരണം മറ്റെല്ലാ വിന്നേഴ്സിനും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു, അവരുടെ രാജ്യത്തിന് ഒരു പതാകയുണ്ട്, അവർക്ക് ദേശീയ ഗാനമുണ്ട്. എനിക്കിത് രണ്ടും ഉണ്ടായിരുന്നില്ല എന്ന് രാമൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ദുഃഖിതനായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അമേരിക്കൻ റെപ്രസെന്റേറ്റീവിന്റെ അദ്ദേഹം എഴുതുന്ന ഒരു ഭാഗമാണ് ഇത്. At the banquet that evening, his speech was a masterpiece of eloquence, which called for tremendous applause from banquet-weary gathering not noted for their responsiveness. Less appreciative was perhaps the British minister who sat one place removed from me, who was forced to listen with equanimity to Sir Venkataraman's reference, brief though it was, and in passing only, to the congratulatory telegram which he had received from his dearest friend who was now in jail. ഇത് രാമനെ പറ്റിയുള്ള ഒരു പിക്ടോറിയൽ ബയോഗ്രഫി എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ നെവ്യൂ ആയിട്ടുള്ള S. രാമശേഷനും പിന്നെ C. രാമേന്ദ്ര റാവുവും എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആരാണ് ഈ ഡിയറസ്റ്റ് ഫ്രണ്ട് ഹു വാസ് നൗ ഇൻ ജയിൽ? അത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഡെലിഗേഷൻ, ബ്രിട്ടീഷ് മിനിസ്റ്ററിന് അത് ഇഷ്ടപ്പെട്ട് കാണാൻ സാധ്യതയില്ല അന്നത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഒന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. നൊബേൽ സെറമണിയാണ്. ഇതാണ് രാമന് ലഭിച്ച നൊബേൽ മെഡൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ. നൊബേൽ പ്രൈസിന് ശേഷം അദ്ദേഹം ധാരാളം യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിലും മറ്റും വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ചില ചിത്രങ്ങളാണ് ഈ കാണുന്നത്. താഴെ ഇടതുവശത്ത് കാണുന്നത് ഹൈസൻബർഗുമായിട്ട് സംസാരിക്കുന്ന ഒരു ഡിസ്കഷൻ നടക്കുന്ന ഒരു ചിത്രമാണത്. അതുപോലെ താഴെ വലതുവശത്ത് രാമൻ ഒരു ഏതോ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ടോക്ക് കൊടുക്കുന്നതിന്റെ ചിത്രമാണ് ആ കാണുന്നത്. അപ്പോൾ നൊബേൽ പ്രൈസിന് ശേഷം രാമൻ കൽക്കട്ടയിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്.
1933 അദ്ദേഹം ബാംഗ്ലൂർ IISc ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. പക്ഷെ അന്ന് വരെയും IIScക്ക് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അവിടെ ഉള്ളത് വൈറ്റ് ഡയറക്ടേഴ്സ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷുകാരാണ് അവിടെ അന്ന് വരെയും ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ IIScയുടെ ഡയറക്ടറായിട്ട് വരുന്നത്. ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല, പ്രത്യേകിച്ചും വെള്ളക്കാരായിട്ടുള്ള പ്രൊഫസേഴ്സിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും കാലക്രമേണ അവരുടെയൊക്കെ എതിർപ്പും നിസ്സഹകരണവും ഒക്കെ മൂലം രാമൻ ഡയറക്ടർ പൊസിഷൻ ഒഴിയാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസർ ആൻഡ് ഹെഡ് ആയി അവിടെ സേവനം തുടരുകയും ചെയ്യുന്നു. 1948 രാമൻ അവിടെ നിന്നും റിട്ടയർ ചെയ്യുന്നത്. ഇതിനിടെ 1934 അദ്ദേഹം ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് ബാംഗ്ലൂരിൽ തുടങ്ങി വെക്കുന്നുണ്ട്. ഈ ചിത്രം അതിന്റെ ഫൗണ്ടിങ്, അതിന്റെ കല്ലിടൽ കർമ്മത്തിന് മുമ്പ് എടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അതൊരു മാക്സ് ബോണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം രാമന്റെ മറ്റേ വശത്ത് നിൽക്കുന്നത് സർ മിർസ ഇസ്മായിൽ. അന്ന് മൈസൂർ മഹാരാജ്യത്തിന്റെ ദിവാനായിരുന്നു അദ്ദേഹം. ഇവരാണ് രാമന്റെ ഇടത്തും വലത്തുമായിട്ട് നിൽക്കുന്നത്. മാക്സ് ബോൺ എങ്ങനെയാണ് ബാംഗ്ലൂർ എത്തിയത് എന്നുള്ളത് രസകരമായ ഒരു സംഭവമാണ്. മാക്സ് ബോൺ അവിടെ വരാനുള്ള കാരണം സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ മാക്സ് ബോണിനെ രാമൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു, IIScയിൽ ജോയിൻ ചെയ്യാൻ ക്ഷണിക്കുന്നു. 1935 ബോൺ വരുന്നു. ബോൺ വന്ന് IIScയിൽ 6 മാസം അദ്ദേഹം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോയിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം മറ്റൊന്നുമല്ല, രാമൻ എത്ര തന്നെ ശ്രമിച്ചിട്ടും IIScയിലെ പ്രൊഫസേഴ്സ് മാക്സ് ബോണിന് ഒരു പെർമനന്റ് പൊസിഷൻ കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ജർമ്മൻകാരനാണ് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇംഗ്ലീഷുകാരായിട്ടുള്ള ഇവർക്ക് എതിർപ്പിന് കാരണമായത്. അങ്ങനെ ഒരു പൊസിഷൻ കിട്ടാതെ വന്നതോടുകൂടി പക്ഷെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബറോ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് മാക്സ് ബോൺ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ഒരു സമയത്ത് മാക്സ് ബോണിന് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് എഴുതിയ കത്ത് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പേ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആർക്കൈവ്സിനിടയിൽ നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതിന്റെ ഒരു ഫോട്ടോ കോപ്പിയാണ് ആ വലത്തുവശത്ത് കാണുന്നത്. ഇടത്തുവശത്ത് കാണുന്നത് രാമൻ മാക്സ് ബോണിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന കത്താണ്. ഇവിടെ രാമനെയും വീണ്ടും മാക്സ് ബോണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ഹെഡി ബോൺ ഉണ്ട്, ലോകസുന്ദരിയുണ്ട്, മറ്റ് അധ്യാപകരുണ്ട്, ചില സ്റ്റുഡൻസ് ഉണ്ട്. ഇത് ഹെഡി ബോണും രാമന്റെ ഭാര്യയായ ലോകസുന്ദരിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ലോകസുന്ദരിക്ക് ഹെഡി ബോൺ അയച്ചിരിക്കുന്ന ഒരു കാർഡാണ് ഈ ഫോട്ടോ. 1948 IIScയിൽ നിന്നും റിട്ടയർ ചെയ്ത രാമൻ തന്റെ സ്വന്തമായ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു. അതാണ് ഇന്നത്തെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് രാമൻ പണിത കെട്ടിടമാണ്. ആ ബിൽഡിംഗ് ഇന്നും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട്. ഇത് RRIയുടെ ഏർലി സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോ പണത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം ഒന്നും വാങ്ങിയില്ല. നെഹ്റു ഒക്കെ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ തന്നെയും അതൊന്നും വാങ്ങാതെ ചില സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന്, ചില മഹാരാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ രാമന്റെ സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ പണം കൊടുത്തു. അതുപോലെ രാമന് സ്വന്തമായിട്ട് ഒരു കെമിക്കൽ ഇൻഡസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും അല്പം പണം ലഭിച്ചു. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം പടുത്തുയർത്തുന്നത്. 1954 ഭാരത് രത്ന ലഭിക്കുന്നു. 1957 ലെനിൻ പീസ് പ്രൈസ് ബൈ ദ ഗവൺമെന്റ് ഓഫ് റഷ്യ ലഭിക്കുന്നു. ഇത് രാമന്റെ സ്പെക്ട്രോമീറ്റർ ആണ്. രാമൻ ഇഫക്റ്റ് അദ്ദേഹം
ചില വിസിറ്റേഴ്സിനെ കാണിച്ചു കൊടുക്കുക. ഹൈസൻബർഗുമായിട്ടുള്ള മറ്റൊരു ചിത്രം ഇവിടെ കാണാം. മുകളിൽ ഇടതുവശത്ത്, വലത്തുവശത്ത് അദ്ദേഹം നെഹ്റുവിനെ രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിക്കുകയാണ്. അദ്ദേഹം ഈ അവസരത്തിൽ നെഹ്റുവിനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചില പുസ്തകങ്ങളിൽ അതേപ്പറ്റി പറയുന്നുണ്ട്. താഴെ ഇടതുവശത്ത് കാണുന്നത് രാമനും അദ്ദേഹത്തിന്റെ നെവ്യൂ ചന്ദ്രശേഖറാണ്. വലതുവശത്ത് കാണുന്നത് രാമന്റെ സഹോദരി സീതാലക്ഷ്മിയുടെ 3 മക്കളാണ്. ഇടതുവശത്ത് പഞ്ചരത്നം, നടുക്ക് നിൽക്കുന്നത് രാമശേഷൻ, വലത്തുവശത്ത് നിൽക്കുന്നത് ചന്ദ്രശേഖർ. അവർ 3 പേരും വലിയ ശാസ്ത്രജ്ഞന്മാരായി മാറി. പഞ്ചരത്നം നിർഭാഗ്യവശാൽ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആറാറയിൽ എത്തിയ ശേഷം രാമൻ 48 തൊട്ട് 60 വരെ 5-6 സ്റ്റുഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ക്രിസ്റ്റൽ ഫിസിക്സ്, ക്രിസ്റ്റൽ ഓപ്റ്റിക്സ്, മിനറോളജി, ഫിസിയോളജി ഓഫ് വിഷൻ, ഇതിലെല്ലാം അവർ വർക്ക് ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന 10 വർഷം, അതായത് 1960 മുതൽ 1970 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഏതാണ്ട് ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. ആ ഒരു സമയത്ത് സ്റ്റുഡൻസിനെയോ അസിസ്റ്റൻസിനെയോ ഒന്നും അദ്ദേഹം കൂടെ നിർത്തിയില്ല. ക്രിസ്റ്റൽസ്, മിനറൽസ്, ജെംസ്, ഇതൊക്കെ രാമന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതികളായിരുന്നു. അപ്പൊ ഇവിടെ രാമൻ മ്യൂസിയത്തിൽ, ആറാറയുടെ രാമൻ മ്യൂസിയത്തിൽ രാമന്റെ കളക്ഷനിൽ ഉണ്ടായിരുന്ന അനേകം ക്രിസ്റ്റൽസും മറ്റും ഇപ്പോഴും ആളുകൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കടത്തിവിട്ടിരുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെയായിരുന്നു. അവരോടായിരുന്നു ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് താല്പര്യം. കോളേജ് സ്റ്റുഡൻസ്, സ്കൂൾ സ്റ്റുഡൻസ്, അവരൊക്കെ വന്നാൽ അദ്ദേഹം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമായിരുന്നു. അവരെയും കൊണ്ട് രാമൻ ക്യാമ്പസിൽ ചുറ്റി നടക്കുമായിരുന്നു. പ്രകൃതിയെ പറ്റിയും അതിന്റെ രഹസ്യങ്ങളെ പറ്റിയും മറ്റും വാചാലനാകുന്ന ഒരു സ്വഭാവം രാമനുണ്ടായിരുന്നു. 1970 നവംബർ 21 82 വയസ്സിൽ രാമൻ ശാന്തമായി മരണം വരിച്ചു. അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് വലിയ ഒരു റിച്വൽസ് ഒന്നും ആവശ്യമില്ല, എനിക്കൊരു സിമ്പിൾ ക്ലീൻ ക്രിമേഷൻ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് കൊണ്ട് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് കൊണ്ടുപോയില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലോണിൽ തന്നെ രാമനെ ക്രിമേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ ഒരു മരം നട്ടു. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ സ്മാരകങ്ങളും പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു മരം അവിടെ നടുകയുണ്ടായി. ആ മരം 10-12 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന തരം ഒരു മരമായിരുന്നു. മെക്സിക്കോയിലാണ് ആ മരത്തിന്റെ യഥാർത്ഥ ഉറവിടം. ഈ വൃക്ഷം വളരെ കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് നിർഭാഗ്യവശാൽ ഒരു ഇടിമിന്നൽ ഉണ്ടായി ഈ വൃക്ഷം നശിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പോൾ ആ സ്ഥാനത്ത് മറ്റൊരു ചെറിയൊരു മരമാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് രാമന് നൊബേൽ പ്രൈസ് കിട്ടിയ ശാസ്ത്ര വിഷയത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 1923 രാമൻ തന്റെ ആദ്യ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു വരുന്ന സമയത്ത്, ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിൽ താല്പര്യം ഉണ്ടാകുന്നതെന്ന് നാം മുമ്പ് പറഞ്ഞതാണല്ലോ. അപ്പോൾ രാമന്റെ ഒരു ശിഷ്യൻ ആ കാലത്തുള്ളത് കൽപ്പാത്തി രാമകൃഷ്ണ രാമനാഥൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിൽക്കാലത്ത് അദ്ദേഹം ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ് PRL അതിന്റെ ആദ്യ ഡയറക്ടറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ രാമനാഥനാണ് ഈ ഒരു സമയത്ത് ഈ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. രാമനാഥന്റെ സ്റ്റഡീസിൽ ദ്രാവകങ്ങൾ ലൈറ്റിനെ എങ്ങനെ സ്കാറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് പഠിച്ചത്. ഈ ദ്രാവകങ്ങൾ, ഈ ലിക്വിഡ്സ് എന്ന് വെച്ചാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. അതായത് പല പ്രാവശ്യം ഡിസ്റ്റിൽ ചെയ്യുന്നു, വീണ്ടും ഡിസ്റ്റിൽ ചെയ്യുന്നു. അത്ര ക്ലീൻ ആക്കി എടുത്തിരിക്കുന്ന ഈ ലിക്വിഡ്സിൽ നിന്നും ഒരു പ്രകാശം വരുന്നു. അതായത്
അതിലേക്ക് സൺലൈറ്റ് ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും, ഈ ലിക്വിഡ്സിൽ നിന്നും ഫ്ലൂറസെൻസ് എന്ന് അന്ന് രാമൻ വിളിച്ച ഒരു പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതെങ്ങനെ വരുന്നു എന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. രാമനും മനസ്സിലായില്ല, രാമന്റെ ശിഷ്യർക്കും മനസ്സിലായില്ല. കാരണം അന്ന് വരെ ആരും കാണാത്ത ഒരു പ്രതിഭാസം ആയിരുന്നു ഇത്. ഫ്ലൂറസെൻസ് എല്ലാവർക്കും അറിയാം, അത് കളേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ നിന്നാണ് വരിക. അതായത് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് റീ എമിറ്റ് ചെയ്യുന്നതാണ് ഫ്ലൂറസെൻസ്. പക്ഷേ യാതൊരു നിറവുമില്ലാത്ത ഒരു ലിക്വിഡ്, ഇപ്പൊ വെള്ളം എടുക്കുക, വെള്ളത്തിന് നിറമൊന്നുമില്ല, നമുക്കറിയാമല്ലോ. അങ്ങനെ നിറമില്ലാത്ത വെള്ളം വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്ന് ഒരു ലൈറ്റും അബ്സോർബ് ചെയ്യില്ല. അപ്പൊ വെള്ളം പോലെ നിറമില്ലാത്ത മറ്റ് ലിക്വിഡ്സ് എടുത്തു വെച്ച് ഇതുപോലെ പരീക്ഷണം ചെയ്താൽ സാധാരണഗതിയിൽ അതിൽ നിന്നും ഫ്ലൂറസെൻസിന് തുല്യമായ പ്രകാശങ്ങളൊന്നും പുറത്തേക്ക് വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇങ്ങനെ ചില ലിക്വിഡ്സിൽ നിന്ന് അത്തരം പ്രകാശം പുറത്തു വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ രാമൻ റിപ്പോർട്ട് ചെയ്തത് ഈ ഫ്ലൂറസെൻസിന്റെ ഒറിജിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പല പ്രാവശ്യവും വീണ്ടും വീണ്ടും അതിനെ പ്യൂരിഫൈ ചെയ്തു എങ്കിലും ഈ ഇഫക്റ്റ് അതുപോലെ തന്നെ അതിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊരു എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായി തുടരുന്ന സമയത്താണ് കോംപ്ടൺ ഇഫക്റ്റ് പരസ്യപ്പെടുത്തുന്നതും കോംപ്ടണ് 1927 നൊബേൽ പ്രൈസ് കിട്ടുന്നത്. ഇപ്പൊ കോംപ്ടൺ ഇഫക്റ്റ് നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. 1923 കോംപ്ടൺ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സ്റേ ഫോട്ടോൺ, നമ്മളൊരു എക്സ്റേ കൊടുക്കുകയാണ് ഒരു മെറ്റീരിയലിലേക്ക്. അങ്ങനെ വരുമ്പോൾ ചില പ്രത്യേക മെറ്റീരിയൽസിൽ എക്സ്റേ അവിടെ നിന്ന് സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അകത്തേക്ക് വന്ന വേവ് ലെങ്ത് അല്ല, അല്പം വേവ് ലെങ്ത് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതേപ്പറ്റി കോംപ്ടൺ സിദ്ധാന്തിച്ചത്, ഈ എക്സ്റേ ഫോട്ടോൺസ് വന്നിട്ട് ഈ മെറ്റീരിയലിന്റെ അകത്തുള്ള ഇലക്ട്രോൺസിനെ ബൊമ്പാർഡ് ചെയ്യുന്നു. അങ്ങനെ ഫോട്ടോൺസിന്റെ കുറച്ച് എനർജി ഇലക്ട്രോൺസിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ എനർജി കുറഞ്ഞു പോകുന്നത് കൊണ്ട് ഈ ഫോട്ടോൺ അവിടുന്ന് സ്കാറ്റർ ചെയ്ത് പോകുമ്പോൾ അതിന്റെ വേവ് ലെങ്ത് മറ്റൊരു വേവ് ലെങ്ത് ആയി മാറുന്നു. ഇതാണ് കോംപ്ടൺ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ആദ്യകാലത്ത് ഇങ്ങനെ ഒരു തത്വം, ഇങ്ങനെ ഒരു സംഗതിയിൽ രാമൻ വിശ്വസിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് തന്നെയുമല്ല, അദ്ദേഹം ഇംഗ്ലണ്ടിൽ വെച്ച് കോംപ്ടണോട് പറയുന്നുണ്ട്, താങ്കൾ നല്ലൊരു പ്രാസംഗികനാണ്, പക്ഷേ താങ്കൾ പറയുന്ന ഈ ശാസ്ത്രം അത്ര ശരിയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് ഒരു പ്രാവശ്യം രാമൻ കോംപ്ടണോട് പറഞ്ഞത് തന്നെയാണ്. പക്ഷേ കോംപ്ടന്റെ ആർഗ്യുമെന്റ്സ് ശരിയാണെന്നും രാമന് കാലക്രമേണ ബോധ്യം വരുന്നുണ്ട്. മാത്രവുമല്ല 1927 കോംപ്ടന് നൊബേൽ പ്രൈസ് കിട്ടുകയും കൂടി ചെയ്തതോടുകൂടി രാമന് അതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹം മറ്റൊരു കാര്യം ചിന്തിക്കാൻ തുടങ്ങിയത്. രാമനാഥൻ ഒബ്സർവ് ചെയ്ത ആ വീക്ക് ഫ്ലൂറസെൻസ് എന്ന് പറയുന്നത് കോംപ്ടൺ ഇഫക്റ്റിന്റെ ഒരു ഒപ്റ്റിക്കൽ അനലോഗ് ആയിരിക്കുമോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായി. കോംപ്ടൺ ഇഫക്റ്റ് നടക്കുന്നത് എക്സ്റേയിലാണ്. പക്ഷേ എന്ന് കരുതി വിസിബിൾ സ്പെക്ട്രൽ റീജിയണിൽ അതിന് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഇഫക്റ്റ് നടന്നുകൂടാ എന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടാവുമോ? ഇതായിരുന്നു രാമന്റെ ഒരു സംശയം. അപ്പൊ ഇനി മുന്നോട്ട് പോകാൻ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ക്വാണ്ടം നേച്ചറിനെ പറ്റി ഒന്ന് അറിയുന്നത് നല്ലതാണ്. പ്രധാനമായിട്ടും ഹൈ എനർജി ഫോട്ടോൺസ് മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ 3 തരം പ്രോസസ്സുകളാണ് ഉണ്ടാവുക. ഇവയെല്ലാം തന്നെ ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റിനെ പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്കറിയാം. ഹൈ എനർജി ഫോട്ടോൺസ്, അതായത് അൾട്രാ വയലറ്റ് റീജിയനിലുള്ള ഫോട്ടോൺസ് പോയി ചില മെറ്റൽസിൽ വീഴുമ്പോൾ അതിൽ നിന്നും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് വേണ്ടി നമ്മൾ കാഥോഡും ആനോഡും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോ ഫോട്ടോൺസ് വന്നിട്ട് ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫോട്ടോൺസിന്റെ ഒരു ക്വാണ്ടം നേച്ചറിന് ഒരു തെളിവായിട്ട് നമുക്ക് പറയാം. പിന്നീട് ഐൻസ്റ്റൈൻ അത് അങ്ങനെ പറയുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ടാണ് കോംപ്ടൺ ഇഫക്റ്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എനർജി കൂടിയ ഫോട്ടോൺസ് വേണം, എക്സ്റേ ഫോട്ടോൺസ് വേണം കോംപ്ടൺ ഇഫക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ. ഇനി ഗാമ റേ ഫോട്ടോൺസ് ആണെങ്കിൽ ഒരു പ്രത്യേക എനർജി കഴിഞ്ഞാൽ പെയർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ഉണ്ടാകുന്നുണ്ട്. അതായത് അവിടെ അത് ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണുമായിട്ട് ഒരു ഗാമ റേ ഫോട്ടോൺ സ്വയം വിഘടിച്ച് അങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഹൈ എനർജി ഫോട്ടോൺസിന്റെ മേഖലയിൽ നടക്കുന്ന കാര്യം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് വിസിബിൾ ലൈറ്റും സോഫ്റ്റ് എക്സ്റേസും, അതായത് FU EV ടു FU KV അവിടെയൊക്കെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാവും. എക്സ്റേസ് ടു ഗാമ റേസിൽ കോംപ്ടൺ ഇഫക്റ്റ് ഉണ്ടാവും. ഗാമ റേസിൽ ഒരു വാല്യൂ കഴിഞ്ഞാൽ 1.022 MeV കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയർ പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ രാമൻ യഥാർത്ഥത്തിൽ പതിയെ ഒരു ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റിന്റെ പ്രോപ്പോണന്റ് ആയിട്ട് മാറുകയാണ്. സ്വന്തം എക്സ്പെരിമെന്റ്സിൽ അദ്ദേഹം വിസിബിൾ സ്പെക്ട്രത്തിൽ കാണുന്നത് കൊണ്ട് ക്വാണ്ടം നേച്ചർ ഓഫ് ലൈറ്റിനെ പറ്റി കൂടുതൽ ബോധവാനാകുന്നു. ഒരു ഘട്ടത്തിൽ ക്വാണ്ടം ഫീൽഡ് തിയറിയെ പറ്റി അദ്ദേഹം ഒരു പ്രവചനം പോലും നടത്തുന്നുണ്ട് എന്നാണ് കാണുന്നത്. അങ്ങനെ ഗവേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. 1925 രാമനാഥൻ ചെയ്തു വെച്ച എക്സ്പെരിമെന്റ്സിന്റെ ബാക്കി KS കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല ദ്രാവകങ്ങൾ, വാട്ടർ, ഈതർ, മോണോഹൈഡ്രിക് ആൽക്കഹോൾസ്, കീറ്റോൺസ്, ഇതിൽ അസറ്റാൽഡിഹൈഡ്, ഇതിൽ നിന്നൊക്കെ ഈ ഫ്ലൂറസെൻസ് എന്ന് അവർ പറയുന്ന ഫീബിൾ ഫ്ലൂറസെൻസ്, ഫീബിൾ ആണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഡാർക്ക് റൂമിൽ നോക്കിയാലേ ഇത് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല, അത്ര ഫീബിൾ ആണ്. അപ്പൊ ഈ ഫീബിൾ ഫ്ലൂറസെൻസിന്റെ സ്പെക്ട്രം ഒന്ന് ഡിറ്റർമിൻ ചെയ്താലോ എന്ന് വിചാരിച്ച് ശ്രമിക്കുന്നുണ്ട്, സ്പെക്ട്രോമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കാരണം കണ്ണുകൊണ്ട് കാണാം എന്നേ ഉള്ളൂ, ഒരു ഇൻസ്ട്രുമെന്റിന് മെഷർ ചെയ്യാനും മാത്രമുള്ള പവർ അതിന്. അപ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ടൈനി ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് മാത്രമേ യഥാർത്ഥത്തിൽ രാമൻ മോഡിലേക്കൊക്കെ സ്കാറ്റർ ചെയ്യുള്ളൂ. 1 part in 10⁸ എന്നാണ്. അത്രയ്ക്കേ ഉള്ളൂ രാമൻ ഇഫക്റ്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമുക്ക് മെഷർ ചെയ്യാൻ എത്ര ബുദ്ധിമുട്ട്. ഏതായാലും 1927 കോംപ്ടണ് നൊബേൽ പ്രൈസ് കിട്ടുന്നതോടുകൂടി രാമനും കൃഷ്ണനും വളരെ വിഗറസ് ആയിട്ട് തന്നെ ഈ മെഷർമെന്റ്സ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ സ്കാറ്റേർഡ് സെക്കൻഡറി റേഡിയേഷൻ ഓഫ് സ്മോളർ ഫ്രീക്വൻസി, അതാണ് കോംപ്ടൺ ഇഫക്റ്റുമായിട്ടുള്ള സാമ്യം. സ്മോളർ ഫ്രീക്വൻസിയിലാണ് ഈ സ്കാറ്ററിങ് വരുന്നത്. 60 ഡിഫറെന്റ് ലിക്വിഡ്സിൽ നിന്നും അവർ മെഷർ ചെയ്യുന്നുണ്ട്, വേപ്പേഴ്സിൽ മെഷർ ചെയ്യുന്നുണ്ട്. ഡാർക്ക് റൂമിൽ ഫിൽറ്റേർഡ് സൺലൈറ്റ് ആണ് അന്ന് ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോ ഇന്റൻസിറ്റി ആയതുകൊണ്ടും പോളറൈസ്ഡ് ആയതുകൊണ്ടും ഫ്ലൂറസൻസ് അല്ല എന്ന് ഒരു തീരുമാനത്തിൽ അവരെത്തിച്ചേരുന്നു. അങ്ങനെ 1928 16 ഫെബ്രുവരിക്ക് നേച്ചറിലേക്ക് രാമൻ ഒരു ആർട്ടിക്കിൾ അയക്കുകയാണ്. അവരെല്ലാ ദിവസവും വീണ്ടും ഈ പരീക്ഷണം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫെബ്രുവരി 28 രാമൻ ഒരു ബ്രൈറ്റ് മെർക്കുറി ലാമ്പ് കൊണ്ടുവരുന്നു ലൈറ്റ് സോഴ്സ് ആയിട്ട്. ആദ്യമായിട്ടാണ് അവർ സൺലൈറ്റ് മാറ്റി വെച്ചിട്ട് അതിനേക്കാൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മെർക്കുറി ലാമ്പിനെ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഇൻസിഡന്റ് ലൈറ്റ് പാത്തിൽ ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോ ദ ഇൻഡിഗോ ലൈൻ 4358 ആങ്സ്ട്രോംസിൽ വരുന്ന മെർക്കുറി ലൈൻ ഒഴിച്ച് ബാക്കി എല്ലാ ലൈനുകളും കട്ട് ചെയ്യുന്നു. എന്നിട്ട് സ്കാറ്ററിംഗ് നോക്കുന്നു സാമ്പിളിൽ. അത് നോക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള 2 ലൈനുകൾ കാണുന്നു. അത് കാണുന്നത് ബ്ലൂ ഗ്രീൻ റീജിയണിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നത് വയലറ്റ് റീജിയണിലാണ്, നമ്മൾ ബ്ലൂ ഗ്രീൻ റീജിയണിലാണ് 2 ലൈനുകൾ കാണുന്നത്. ഇത്രയും ആയതോടുകൂടി ഇത് തീർച്ചയായിട്ടും ഈ ഒരു എമിഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. അതോടുകൂടി ഫെബ്രുവരി 29 അസോസിയേറ്റഡ് പ്രസിന് ഈ വിവരം കൈമാറുന്നു. പ്രസ് കോൺഫറൻസ് നടത്തി വിവരം അറിയിക്കുന്നു. എന്നിട്ട് ഒരു ക്വാഡ് സ്പെക്ട്രോഗ്രാഫ് ഉപയോഗിച്ച് ഈ സ്പെക്ട്രം മെഷർ ചെയ്യുന്നു. അങ്ങനെയാണ് മെഷർമെന്റ് നടക്കുന്നത്. അതോടെ മാർച്ച് 8 രാമൻ മറ്റൊരു ആർട്ടിക്കിൾ
നേച്ചറിലേക്ക് വീണ്ടും അയക്കുന്നു. അതുപോലെ മാർച്ച് 16-ാം തീയതി ഒരു മീറ്റിംഗിൽ, ഒരു അസോസിയേഷൻ മീറ്റിംഗ് ആണ്, സൗത്ത് ഇന്ത്യൻ സയന്റിസ്റ്റ് അസോസിയേഷൻ മീറ്റിംഗിൽ വെച്ച് ഒരു പബ്ലിക് ലെക്ചർ രാമൻ കൊടുക്കുന്നു. ഈ പബ്ലിക് ലെക്ചർ ഇന്ത്യൻ ജേർണൽ ഓഫ് ഫിസിക്സിലെ 31 മാർച്ചിന് പബ്ലിഷ് ചെയ്യുന്നു. ഈ ആർട്ടിക്കിളിന്റെ 2000 കോപ്പി രാമൻ എടുത്തിട്ട് അദ്ദേഹത്തിന് പരിചയമുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും അയക്കുകയാണ്. ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇത്രയും രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേച്ചറിൽ രാമൻ അന്ന് എഴുതിയ പേപ്പറാണ്. മാർച്ച് 31, 1928 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. എ ന്യൂ ടൈപ്പ് ഓഫ് സെക്കൻഡറി റേഡിയേഷൻ, അതാണ് പേപ്പറിന്റെ ടൈറ്റിൽ. വളരെ ചെറിയൊരു ആർട്ടിക്കിളാണ്, ഇത്രയേ ഉള്ളൂ. ആകെ ഇവിടുന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. CV രാമൻ, KS കൃഷ്ണൻ എന്ന് നമുക്ക് കാണാം. അതുപോലെ സൗത്ത് ഇന്ത്യൻ സയൻസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ രാമൻ നടത്തിയ എ ന്യൂ റേഡിയേഷൻ എന്ന ആ ഒരു ടോക്കിന്റെ പേപ്പറാണിത്. അത് അദ്ദേഹം നീൽസ് ബോറിനെ അയച്ചു കൊടുത്തിരിക്കുന്ന, രാമൻ സൈൻ ചെയ്ത് അയച്ചു കൊടുത്തിരിക്കുന്ന പേപ്പറാണിത്. രാമൻ ഇഫക്റ്റിൽ സംഭവിക്കുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഉപയോഗിക്കുക, സൺലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇന്നിപ്പോൾ ആരും സൺലൈറ്റ് ഉപയോഗിക്കാറില്ല, പക്ഷെ ആ ഒരു കാലത്ത് രാമൻ സൺലൈറ്റ് വെച്ച് ധാരാളം മെഷർമെന്റ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു വയലറ്റ് ഫിൽറ്റർ കൊടുക്കാം, അപ്പോൾ വയലറ്റ് ലൈറ്റ് വരും. അത് സ്കാറ്റർ ചെയ്യുന്ന ഒരു മെറ്റീരിയലിലേക്ക്, അന്നൊക്കെ ലിക്വിഡ്സ് ആണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ റാലെ സ്കാറ്ററിംഗ് വരും. റാലെ സ്കാറ്ററിംഗ് എന്ന് വെച്ചാൽ അതേ വേവ് ലെങ്ത്, ഇപ്പോൾ വയലറ്റ് ആണ് ഇങ്ങോട്ട് വന്ന് എക്സൈറ്റ് ചെയ്യുന്നത്, സെയിം വേവ് ലെങ്തിൽ സ്കാറ്റേർഡ് റേഡിയേഷൻ വരുന്നതാണ് റാലെ സ്കാറ്ററിംഗ്. എന്നാൽ രാമൻ സ്കാറ്ററിംഗിൽ ഈ വേവ് ലെങ്ത് മാറും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്രീൻ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ ഒരു ഫിൽട്ടർ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ വയലറ്റിനെ കട്ട് ചെയ്യുന്ന ഒരു ഫിൽട്ടർ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് മൊത്തമായും കട്ടായി പോകും, പക്ഷെ ഗ്രീൻ ഇങ്ങോട്ട് കടക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വയലറ്റ് ഉപയോഗിച്ച് എക്സൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രീൻ ലൈറ്റ് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫ്ലൂറസൻസ് അല്ലാതാണ്. ഇതാണ് രാമൻ ഇഫക്റ്റ്. ഇപ്പൊ രാമൻ ഉപയോഗിച്ച ലൈറ്റ് സോഴ്സസ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം സൺലൈറ്റ് ആയിരുന്നു, പിന്നീട് അദ്ദേഹം മെർക്കുറി ആർക്ക് ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് രാമന്റെ ക്വാർട്സ് സ്പെക്ട്രോഗ്രാഫ്. പഴയ രാമൻ ഉപയോഗിച്ച ക്വാർട്സ് ആണ് അതിലൊരു പ്രിസമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ രാമൻ സ്പെക്ട്രം. 1928 ഫോട്ടോ എടുത്ത രാമൻ സ്പെക്ട്രം ഇതാണ്. ഇന്നത്തെ കാലത്ത് രാമൻ സ്പെക്ട്രോമീറ്റർ കുറച്ചും കൂടിയൊക്കെ മോഡേൺ ആണ്, അന്നത്തേത് പോലെയല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ലേസർ ആണ് ഉപയോഗിക്കുക. മറ്റ് ലൈറ്റ് സോഴ്സസ് ഒന്നും ഉപയോഗിക്കാറില്ല, കാരണം ലേസർ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ നന്നായിട്ട് രാമൻ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രാമൻ ഇഫക്റ്റിന് യഥാർത്ഥത്തിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു. കാരണം കോംപ്റ്റൺ ഇഫക്റ്റ് കണ്ടുപിടിച്ചപ്പോൾ ഇതിന്റെ ഒപ്റ്റിക്കൽ അനലോഗ് ഉണ്ടാകും എന്ന് വിചാരിച്ച മറ്റ് ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അതില് മുന്നിൽ ഉണ്ടായിരുന്നത് റഷ്യൻ സയന്റിസ്റ്റുകളായ ലാൻഡ്സ്ബർഗ്, മാൻഡൽസ്റ്റാം. അവര് സ്പെക്ട്രം എടുത്തു. പക്ഷെ അവര് പേപ്പർ അയക്കുന്നത് മെയ് 6-ാം തീയതിയാണ് 1928. അത് ജൂലൈ 1928 പബ്ലിഷ്ഡ് ആകുന്നത്. ഇപ്പോൾ രാമൻ തീർച്ചയായും അതിനു മുമ്പ് മാർച്ചിൽ തന്നെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെയുമല്ല, ലാൻഡ്സ്ബർഗ് ആൻഡ് മാൻഡൽസ്റ്റാം അവര് മെഷർമെന്റ് നടത്തിയത് ക്രിസ്റ്റൽസിലായിരുന്നു. അവരെ ലിക്വിഡ്സിലല്ല, ക്രിസ്റ്റൽസിൽ സിഗ്നൽ കിട്ടാൻ അല്പം കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലത്ത്. അതുകൊണ്ടൊക്കെയാണ് അവരുടെ മെഷർമെന്റ് ഒക്കെ താമസിച്ചു പോയത്. വളരെ വർഷങ്ങളോളം റഷ്യയില് രാമൻ ഇഫക്റ്റിനെ രാമൻ ഇഫക്റ്റ് എന്ന് അവർ വിളിച്ചിരുന്നില്ല, അവരതിന് തയ്യാറല്ലായിരുന്നു. അവര് മാൻഡൽസ്റ്റാം സ്കാറ്ററിംഗ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതാണ്ട് അടുത്ത കാലത്താണ് രാമൻ സ്കാറ്ററിംഗ് എന്നുള്ള വാക്ക് റഷ്യക്കാര് അംഗീകരിച്ചത്. അങ്ങനെ അവസാനം നൊബേൽ പ്രൈസിന്റെ സമയം വന്നപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് 10 സയന്റിസ്റ്റുകൾ രാമനെ നോമിനേറ്റ് ചെയ്തു. 2 സയന്റിസ്റ്റുകൾ ലാൻഡ്സ്ബർഗിനെയും മാൻഡൽസ്റ്റാമിനെയും നോമിനേറ്റ് ചെയ്തു. പക്ഷെ ആ 2 സയന്റിസ്റ്റുകളും റഷ്യക്കാർ തന്നെയായിരുന്നു. അങ്ങനെ നൊബേൽ പ്രൈസ് രാമന് തന്നെ കിട്ടുകയാണ് ഉണ്ടായത്.
അപ്പോ രാമൻ ഇഫക്റ്റ് അതേപറ്റിയുള്ള വാർത്ത ലോകം മുഴുവൻ പരന്നു. അപ്പൊ മ്യൂണിക്കിൽ സോമർഫെൽഡ് അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. പുള്ളിക്ക് സാധിച്ചില്ല. പക്ഷേ സോമർഫെൽഡ് പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ രാമൻ പറയുന്നത് ശരിയാണ്. കാരണം ഈ എനർജി ഡിഫറൻസ്, ഇപ്പൊ വയലറ്റും ഗ്രീനും തമ്മിലുള്ള വ്യത്യാസം, അത് തമ്മിലൊരു എനർജി വ്യത്യാസമുണ്ട്. ആ എനർജി വ്യത്യാസം ഒരു സാമ്പിൾ നമ്മൾ എടുത്തിട്ട് രാമൻ സ്പെക്ട്രം എടുത്താൽ ഈ കാണുന്ന എനർജി വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാമ്പിളിന്റെ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുതന്നെയാണ് ആ എനർജി വ്യത്യാസം. ഇൻഫ്രാറെഡ് ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ വൈബ്രേഷൻസ് ആണ് യഥാർത്ഥത്തിൽ അവിടെ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഒരു രാമൻ സ്പെക്ട്രം നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ മോളിക്യൂളിന്റെ വൈബ്രേഷണൽ സ്പെക്ട്ര എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബെർലിനില് ഒരു ജർമ്മൻ എക്സ്പെരിമെന്റൽ ഫിസിസിസ്റ്റ് പീറ്റർ പ്രിങ്സ്ഹൈം, അദ്ദേഹം രാമന്റെ എക്സ്പെരിമെന്റ്സ് റിപ്പീറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. എന്നിട്ട് ആ സ്പെക്ട്ര സോമർഫെൽഡിന് അയച്ചു കൊടുക്കുന്നുണ്ട് ജൂൺ മാസത്തിൽ 1928. പ്രിങ്സ്ഹൈം ആണ് രാമൻ ഇഫക്റ്റ്, രാമൻ ലൈൻസ് എന്നൊക്കെയുള്ള പേരുകൾ ഇടുന്നത്. ഏതായാലും അതോടുകൂടി ധാരാളം പേര് രാമൻ ഇഫക്റ്റ് അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ധാരാളം പബ്ലിക്കേഷൻസ് വരാൻ തുടങ്ങി ഫ്രം ഓൾ ഓവർ ദി വേൾഡ്. രാമൻ ഇഫക്റ്റിന്റെ തിയറി ബേസിക്കലി ഇതാണ്: നമ്മൾ ഒരു മോളിക്യൂളിലേക്ക് നമ്മളൊരു ഫോട്ടോണിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഫോട്ടോൺ പോയിട്ട് ആ മോളിക്യൂളിനെ കിക്ക് ചെയ്യുന്നത് പോലെയാണ്. അങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ ആ ഫോട്ടോണിന്റെ പാർട്ട് ഓഫ് ദി എനർജി മോളിക്യൂളിന് കൊടുക്കുന്നു, ബാക്കി പാർട്ടും കൊണ്ട് ഫോട്ടോൺ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എനർജി കുറവായതുകൊണ്ട് അതിന്റെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അതാണ് രാമൻ ഇഫക്റ്റില് സംഭവിക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ വീക്കാണ്. ഫ്ലൂറസെൻസ് പോലെ ഒന്നും അത്ര സ്ട്രോങ് അല്ല ഈ പ്രോസസ്സ്. അതുപോലെ സ്റ്റോക്സ് രാമൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ, ഈ ഇടതുവശത്ത് താഴെ കാണുന്ന ചിത്രത്തിൽ ഒരു എക്സൈറ്റേഷൻ. ഈ ടെർമിനൽ ലെവൽ എന്ന് പറയുന്നത് വെർച്വൽ ലെവലാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സ്കാറ്ററിംഗ് ഇഫക്റ്റുകളിലാണ് വെർച്വൽ ലെവൽസ്. എന്നുവെച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലെവൽ ഇല്ല. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ പിന്നെ ക്വാണ്ടം മെക്കാനിക്കലായിട്ടും കാൽക്കുലേഷൻസ് ചെയ്യാൻ വെർച്വൽ ലെവൽസ് എന്നുള്ള കൺസെപ്റ്റ് നല്ലതാണ്. അങ്ങനെ ഒരു വെർച്വൽ ലെവൽ വഴി ഈ മോളിക്യൂൾ ഒരു ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തുന്നു. ഇതൊരു വൈബ്രേഷണൽ സ്റ്റേറ്റ് ആണ്. കാരണം S0 ആൻഡ് S1 ഇത് ഇലക്ട്രോണിക് സ്റ്റേറ്റ്സ് ആണ്. N1 എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു വൈബ്രേഷണൽ സ്റ്റേറ്റ് ആയിരിക്കും. ഇതാണ് രാമൻ സ്കാറ്ററിംഗിൽ നടക്കുക. മോളിക്യൂൾ തിരിച്ച് N1ലേക്കാണ് വരിക. അപ്പോൾ മോളിക്യൂൾ വിൽ ബി വൈബ്രേറ്റിംഗ്. റാലെ സ്കാറ്ററിംഗിൽ സെയിം സ്ഥലത്തേക്ക് തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ട് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്. ആന്റി സ്റ്റോക്സ് സ്കാറ്ററിംഗിൽ ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ടുള്ള, സ്റ്റോക്ക് സ്കാറ്ററിംഗ് മൂലം എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ഒരു മോളിക്യൂളിന് അവിടെ നിന്ന് മുകളിലേക്ക് പോയിട്ട് തിരിച്ച് ഒരു ഹയർ എനർജി ഫോട്ടോണിനെ എമിറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഇതിനെയാണ് ആന്റി സ്റ്റോക്സ് രാമൻ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഫ്ലൂറസെൻസുമായിട്ടുള്ള വ്യത്യാസം, ഫ്ലൂറസെൻസിലെ റിയൽ സ്റ്റേറ്റ്സ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. പക്ഷെ രാമനിൽ വെർച്വൽ സ്റ്റേറ്റ് ആണ് ഉള്ളത്. സ്റ്റോക്സ് ലൈൻസ് ഈ ഭാഗത്ത് കാണുന്നതാണ്. സ്റ്റോക്സ് ലൈൻസ് ഇവിടെയാണ് ഇടതുവശത്ത്. അത്രയും ആംപ്ലിറ്റ്യൂഡ് ഇല്ല ആന്റി സ്റ്റോക്സ് ലൈൻസ്. ഏത് മോളിക്യൂൾ എടുത്താലും നമുക്കൊരു രാമൻ സ്പെക്ട്രം കിട്ടും സാധാരണഗതിയിൽ. ഇതിപ്പോ ബെൻസോൺ നൈട്രൈൽ എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്റെ രാമൻ സ്പെക്ട്രം ആണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു സിഗ്നേച്ചർ ആണ്. അപ്പോൾ 1930 നൊബേൽ പ്രൈസ് അഡ്രസ്സിൽ രാമൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്: The character of the scattered radiations enable us to obtain an insight into the ultimate structure of the scattering substance. ഇതാണ് രാമൻ ഇഫക്റ്റിന്റെ അല്ലെ രാമൻ സ്കാറ്ററിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. ഈ സ്പെക്ട്രം മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് സ്കാറ്റർ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മോളിക്കുലാർ സ്ട്രക്ചർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 6-7 വർഷം ആഫ്റ്റർ ദ ഡിസ്കവറി രാമൻ ഇഫക്റ്റ് മോർ ദാൻ 700 പേപ്പേഴ്സ്
സയന്റിഫിക് ലിറ്ററേച്ചറിൽ ഇറങ്ങി. അപ്പോ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വൈബ്രേഷൻ മാത്രമല്ല, റൊട്ടേഷൻ ഓഫ് മോളിക്യൂൾസ് കൂടി പഠിക്കാൻ പറ്റി ആളുകൾക്ക്. അപ്പോൾ ഈ വൈബ്രേഷൻ എനർജീസ്, റൊട്ടേഷണൽ എനർജീസ്, അതൊക്കെ ഓരോ ഗ്രൂപ്പുകളുടെ ആണെന്ന് മനസ്സിലാക്കി. അങ്ങനെ മോളിക്കുലാർ സ്ട്രക്ചർ പഠിക്കാനായി ഒരു വലിയൊരു മാർഗമാണ് രാമൻ സ്കാറ്ററിംഗ് തുറന്നു തന്നത്. അപ്പോൾ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് ആയിട്ട് നമുക്ക് രാമൻ സ്പെക്ട്രത്തെ നമുക്ക് കാണാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് പോലും നടക്കും. കാരണം ഈ രാമൻ ലൈനുകളുടെ ഇന്റൻസിറ്റി നോക്കി അതിനകത്ത് എത്രത്തോളം ഓരോ മെറ്റീരിയലും ഉണ്ട്, ഒരു മിക്സ്ചർ ആണെങ്കിൽ എത്രയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു സമയത്ത് യഥാർത്ഥത്തിൽ സെക്കൻഡ് വേൾഡ് വാർ അങ്ങനെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സമയത്ത് രാമൻ സ്പെക്ട്രോസ്കോപ്പിയെ പുറകോട്ട് തള്ളിക്കൊണ്ട് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി കടന്നു വരുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം വേൾഡ് വാറിന്റെ ഭാഗമായിട്ട് സെൻസിറ്റീവ് ഡിറ്റക്ടേഴ്സ്, ഇലക്ട്രോണിക്സിൽ ഉള്ള അഡ്വാൻസസ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ നല്ല നല്ല ഇൻഫ്രാറെഡ് ഡിറ്റക്ടേഴ്സ് ഉണ്ടായി വരുന്നു. അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയും രാമൻ സ്പെക്ട്രോസ്കോപ്പിയും മ്യൂച്വലി കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത്. രണ്ടും നമുക്ക് തരുന്ന ഇൻഫർമേഷൻ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പ്, വൈബ്രേഷണൽ സ്പെക്ട്രം ഓഫ് ദ മെറ്റീരിയൽ അണ്ടർ സ്റ്റഡിയാണ്. അപ്പോൾ ഇൻഫ്രാറെഡ് സ്പെക്ട്രം എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ടെക്നിക്കാണ്, പക്ഷെ രാമൻ എന്ന് പറയുന്നത് എമിഷൻ ടെക്നിക്കാണ്. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഇവ തമ്മിലുണ്ട്. അബ്സോർപ്ഷൻ ആണ് മെഷർ ചെയ്യാൻ എളുപ്പം, കാരണം രാമന്റെ കേസിൽ എമിഷൻ വീക്കായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും 1960കളിൽ ലേസർ വന്നതോടുകൂടി രാമൻ സ്കാറ്ററിങ്ങിന്, രാമൻ സ്പെക്ട്രോസ്കോപ്പിക്ക് വലിയൊരു കുതിച്ചുചാട്ടം സംഭവിച്ചു. കാരണം ലേസർ ബീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഇന്റൻസിറ്റിയിൽ രാമൻ ലൈറ്റ് കിട്ടും. നല്ല ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡിറ്റക്ടേഴ്സിനെ എളുപ്പത്തിൽ മെഷർ ചെയ്യാവുന്ന രീതിക്കുള്ള ഇന്റൻസിറ്റി നമുക്ക് രാമൻ ലൈൻസിൽ കിട്ടും. അപ്പൊ അങ്ങനെ ലേസർ വന്നതോടുകൂടി IR സ്പെക്ട്രോസ്കോപ്പിയെ വീണ്ടും രാമൻ സ്പെക്ട്രോസ്കോപ്പി പുറകോട്ട് മാറ്റി എന്ന് നമുക്ക് പറയാം. ഇനി എവിടെയൊക്കെയാണ് രാമൻ ഉപയോഗിക്കുന്നത്? പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. മാർസ് റോവറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാർസ് റോവറിന്റെ ക്യാമറകളുടെ ഒരു ചിത്രമാണ്. ഇതിൽ ഷെർലക് എന്ന് പറയുന്ന ഭാഗത്തില് ഒരു രാമൻ സ്പെക്ട്രോമീറ്റർ ഉണ്ട്. ഷെർലക് എന്ന് പറഞ്ഞാൽ സ്കാനിങ് ഹാബിറ്റബിൾ എൻവയൺമെന്റ്സ് വിത്ത് രാമൻ ആൻഡ് ലുമിനിസെൻസ് ഫോർ ഓർഗാനിക്സ് ആൻഡ് കെമിക്കൽസ്. അതായത് ഓർഗാനിക് മോളിക്യൂൾസ്, കെമിക്കൽസ്, ഇതിനെയൊക്കെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഒരു മറ്റൊരു പ്ലാനറ്റിൽ അല്ലെങ്കിൽ മറ്റൊരു മൂണിൽ ഇതൊക്കെ ഉണ്ടോ എന്നറിയാനായിട്ട് രാമനും ഫ്ലൂറസെൻസും ഉപയോഗിക്കുന്ന ഒരു സ്പെക്ട്രോമീറ്റർ എന്നാണ് ഇതിനർത്ഥം. ഡോക്ടർ രജി, പ്രസന്റേഷൻ കാണുന്നില്ലല്ലോ. ഹലോ, പ്രസന്റേഷൻ കാണുന്നില്ല ഇപ്പോ. ഇപ്പോഴാണോ പോയെ? അതെ അതെ, ആ മൂൺ റോവർ, മാർസ് റോവറെ കുറിച്ചൊക്കെ പറയുമ്പോൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ വന്നോ? കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ആ റോവർ തൊട്ട് പറയാം. സോ I cannot still see that. But some people are seeing it, right? കുറച്ച് പേർക്ക് കാണുന്നുണ്ടോ? കാണാത്തവരൊന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്താൽ ചിലപ്പോൾ ശരിയാവും. അല്ല, പിൻ ചെയ്താലും മതിയാവും. കുറച്ചു പേർക്ക് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പം ഇവിടെയല്ല അല്ലേ? ഞാനത് പിൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണാൻ പറ്റും. അതെയോ? ഓക്കെ, താങ്ക് യു. ഞാൻ ഇവിടെ അപ്പോ ഈ മാർഷ്യൻ റോവർ പെർസിവിയറൻസിൽ, അതിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ എല്ലാ റോവേഴ്സിലും ഇപ്പോൾ ഈ സ്പെക്ട്രോമീറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വേറെ ഒരു സ്പെക്ട്രോമീറ്റർ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ലിപ്സ് എന്ന് പറയുന്നത്, ലേസർ ഇൻഡ്യൂസ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി. ആ സ്പെക്ട്രോമീറ്ററും ഇപ്പോൾ മിക്കവാറും എല്ലാ റോവേഴ്സിലും വെക്കുന്നുണ്ട്. അപ്പോ ചിലതിൽ ഒന്നുകിൽ രാമൻ വെക്കും, അല്ലെ ലിപ്സ് വെക്കും, അങ്ങനെയൊക്കെയാണ്. കാരണം ഈ റോവേഴ്സിനൊക്കെ വെയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, വെയിറ്റ് വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഷെർലക് എന്ന് പറയുന്നത് ഇതാണ്. അതിനകത്ത് രാമനും ഫ്ലൂറസെൻസ് അല്ലെ ലുമിനിസെൻസ് ഫോർ ഓർഗാനിക്സ് ആൻഡ് കെമിക്കൽസ്, അത്
ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ചും വാഹനങ്ങളുടെ ഒക്കെ കമ്പസ്റ്റ്യൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് ഉണ്ട്, കൊഹിറന്റ് ആന്റിസ്റ്റോക്സ് രാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ കാഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലെയിം ആൻഡ് കമ്പസ്റ്റ്യൻ അനാലിസിസിന് കാഴ്സ് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാഹന നിർമ്മാതാക്കളും കാർ കമ്പനികളും ഒക്കെ അവരുടെ എഞ്ചിൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ കാഴ്സ് ടെക്നിക് ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കമ്പസ്റ്റ്യൻ പ്രോഡക്ട്സ് ആണ് ഉണ്ടായിരിക്കുന്നത്, അല്ലെ ഫ്ലെയിമിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് അവര് ഈ ടെക്നിക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോ കോംപ്ലക്സ് മിക്സ്ചേഴ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ ഫ്യൂവൽസ് ഒക്കെ വരുന്ന സമയത്ത് കാഴ്സ് ടെക്നിക്ക് വളരെ യൂസ്ഫുൾ ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ രാമൻ ലേസർ ഉണ്ട്. അതായത് രാമൻ ഇഫക്റ്റ് വളരെ വീക്ക് ആണെങ്കിൽ തന്നെയും നമുക്ക് സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിംഗ് എന്നുള്ള ഒരു പ്രോസസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിംഗ് എന്നുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രാമൻ ലേസേഴ്സ് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ട് രാമൻ ബീം പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ലേസേഴ്സിനാണ് രാമൻ ലേസേഴ്സ് എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണ് വിളിക്കുക. അപ്പൊ ടെലികോം ഇൻഡസ്ട്രിയിലൊക്കെ ഈ രാമൻ ലേസേഴ്സ്, അതായത് ഫൈബേഴ്സ് തന്നെ, ഒപ്റ്റിക്കൽ ഫൈബർ തന്നെ ഒരു ആംപ്ലിഫയർ ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെ നമുക്ക് രാമൻ ലേസേഴ്സ് അവിടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പിന്നെ രാമന്റെ ലെഗസി എന്താണ്? വാട്ട് ഡിഡ് ഹി ലീവ് വെൻ ഹി ലെഫ്റ്റ് ദിസ് വേൾഡ്? രാമൻ ഒരു വലിയ ലെഗസിയാണുള്ളത്. ഒന്നാമത് IACS എന്ന് പറയുന്ന ആ സ്ഥാപനം അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റിയത് രാമന്റെ പ്രവർത്തനങ്ങളാണ്. അതിനുശേഷം ആണ് രാമൻ IACS വെച്ച് തന്നെ രാമന് നൊബേൽ പ്രൈസ് കിട്ടിയതുകൊണ്ട് അത് പിന്നീട് ഗവൺമെന്റിന്റെ, എനിക്ക് തോന്നുന്നത് DSTയുടെ കീഴിൽ തന്നെയാണ് IACS ഇപ്പോൾ ഉള്ളത്. ഒരു ഫൈൻ റിസർച്ച് സെന്റർ ആക്കി മാറ്റി. അതുപോലെ ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് രാമന്റെ സംഭാവനയാണ്. രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാമൻ നിർമ്മിച്ചതാണ്. 40 വർഷം നീണ്ടു നിന്ന അദ്ദേഹത്തിന്റെ ആ സബരിയിൽ ഏതാണ്ട് 500 സ്റ്റുഡൻസ് രാമന്റെ കീഴിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1500 പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രാമന്റെ സൂപ്പർവിഷനിൽ. രാമൻ സ്വയം ചെയ്ത വർക്കുകൾ തന്നെ ഏകദേശം 450 പബ്ലിക്കേഷൻസ് വരും. രാമൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്, അദ്ദേഹം ഗവൺമെന്റ് ഫണ്ട്സ് ഒന്നും സ്വീകരിക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സിന് പണം കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ്, അതുപോലെ സ്വന്തം കെമിക്കൽ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ വെച്ചിട്ടാണ് രാമൻ നേരിട്ട് സ്വന്തം കൈകൊണ്ടാണ് പലർക്കും സാലറി കൊടുത്തിരുന്നത് എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മരണസമയം അടുത്തതോടുകൂടി അദ്ദേഹത്തിന്റെ അനന്തരവനായ രാമശേഷനും മറ്റുമാണ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ഗവൺമെന്റ് മണിയൊന്നും വാങ്ങിച്ചില്ല, പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു പാത്ത് ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗവൺമെന്റ് ഫണ്ട്സ് ഒക്കെ വേണ്ടി വന്നാൽ വാങ്ങിച്ചു കൊള്ളുക എന്നുള്ള ഒരു അനുവാദം കൊടുത്തിട്ടാണ് രാമൻ അന്തരിക്കുന്നത്. രാമൻ വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ പല കോട്ടുകളും എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് രാമൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, സക്സസ് ക്യാൻ only come to you by courageous devotion to the task lying in front of you, and there is nothing worth in this world that can come without the sweat of our brow. അപ്പോൾ ഇന്റലിജൻസിനെയും അതുപോലെ തന്നെ കഠിനാധ്വാനത്തെയും രണ്ടിനെയും വിലമതിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു CV രാമൻ. ഈ ഒരു ടോക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ റെഫറൻസസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പുസ്തകങ്ങളാണ്. CV രാമൻ എ പിക്ടോറിയൽ ബയോഗ്രഫി, രാമശേഷനും രാമചന്ദ്ര റാവു കൂടി എഴുതിയിരിക്കുന്ന ബുക്ക്. പിന്നെ രാമൻ ആൻഡ് ഹിസ് ഇഫക്റ്റ്, G വെങ്കട്ടരാമന്റെ ഒരു ചെറിയ ബുക്കാണത്. പിന്നെ ഉമാ പരമേശ്വരന്റെ ഒരു ബയോഗ്രഫി ഉണ്ട്, CV രാമന്റെ ഒരു ബയോഗ്രഫി ഉണ്ട്. വേറെയും ബയോഗ്രഫീസ് ഉണ്ട്. ഞാൻ ഒരു ബുക്കും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, അതിന്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. പിന്നെ രാമനെ നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അത് രാമൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചിലരുണ്ടായിരുന്നു. 1970 രാമൻ മരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൃഷ്ണമരാജു
അദ്ദേഹം ഇപ്പൊ റിട്ടയർഡ് ആണ്. അദ്ദേഹം രാമനെ കണ്ടിട്ടുള്ള ആളാണ്. അതുപോലെ ശ്രീ രാജുക്കുട്ടി, അദ്ദേഹവും ഇവിടുന്ന് റിട്ടയർ ചെയ്തു, രാമനെ കണ്ടിട്ടുണ്ട്. ശശികുമാർ രാമനെ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹവും രാമനെ പറ്റിയുള്ള ധാരാളം കഥകളും സംഭവങ്ങളും അറിയുന്ന ഞങ്ങളുടെ മ്യൂസിയം ക്യൂറേറ്ററാണ് ശശി. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഇവരോടെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു RRI ലോണിൽ ഉണ്ടായിരുന്ന ആ വൃക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടിമിന്നലേറ്റ് ഇപ്പോൾ ആ വൃക്ഷം അവിടെ ഇല്ല. അതിന് പകരം മറ്റൊരു ചെടി അവിടെ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതൊരു എക്സലന്റ് ടോക്ക് ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം പ്രസന്റേഷൻ. എന്നിട്ട് ചിലര് ചോദ്യങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ജെയിംസ് വെയ്ബന്റെ ചോദ്യമാണ്, രാമൻ ലേസറും റെസൊണൻസ് രാമനും ഒന്ന് തന്നെയാണോ എന്ന്? അല്ല, അങ്ങനെയല്ല. റെസൊണൻസ് രാമൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ സിസ്റ്റത്തിൽ വരുന്ന രീതിയിൽ അതിന് പറ്റിയ ഒരു എക്സൈറ്റേഷൻ വേവ് ലെങ്ത് സിസ്റ്റത്തിലേക്ക് കൊടുത്ത് നമുക്ക് രാമൻ സിഗ്നൽ എടുക്കുന്നതിനെയാണ് റെസൊണൻസ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. റെസൊണൻസ് സാന്ദ്ര ചോദിക്കുന്നത്, റെസൊണൻസ് ഹൈപ്പർ രാമൻ സ്പെക്ട്രോസ്കോപ്പിയെ പറ്റി ഒന്ന് പറയുമോ? റെസൊണൻസ് ഹൈപ്പർ രാമൻ എന്താണെന്ന് എനിക്കറിയില്ല. രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ ധാരാളം വകഭേദങ്ങളുണ്ട്, അത് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്താണ് എക്സാക്ട്ലി റെസൊണൻസ് ഹൈപ്പർ രാമൻ എന്നറിഞ്ഞുകൂടാ. റെസൊണൻസ് രാമൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞതാണ്. അതായത് നമ്മൾ നോർമലി രാമൻ സ്പെക്ട്രോസ്കോപ്പിക്കുള്ള ഒരു വലിയൊരു ഗുണം, നമുക്ക് ഏത് വേവ് ലെങ്ത് വേണമെങ്കിലും ഇൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് ചില കണക്കുകളൊക്കെ ഉണ്ട് എഫിഷ്യൻസി ഒക്കെ വെച്ചിട്ട്, എങ്കിൽ തന്നെയും നമ്മളൊരു എക്സൈറ്റേഷൻ വേവ് ലെങ്തിൽ നമ്മൾ പ്രത്യേകിച്ച് ലിമിറ്റഡ് അല്ല എന്നുള്ള ഒരു ഗുണം രാമൻ സ്പെക്ട്രോസ്കോപ്പിക്കുണ്ട്. എങ്കിലും റെസൊണൻസ് രാമൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഇലക്ട്രോണിക് റെസൊണൻസ് എക്സൈറ്റ് ചെയ്യും നമ്മുടെ സാമ്പിളിൽ. അപ്പൊ അതിന് തക്കതായിട്ടുള്ള ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ ഉണ്ടാവുന്ന ഒരു വേവ് ലെങ്ത് വെച്ച് നമ്മൾ എക്സൈറ്റ് ചെയ്യണം. ആ സമയത്ത് കൂടുതൽ ബെറ്റർ രാമൻ സിഗ്നൽ വരുന്നതായിട്ട് കാണാറുണ്ട്. അതാണ് റെസൊണൻസ് രാമൻ എന്ന് പറയുന്നത്. If Raman scattering is very feeble, how it can be used in stimulated amplification? Okay. Raman scattering നമ്മൾ ഫീബിൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് പറയുന്നത് സാധാരണ ലൈറ്റ് വെച്ച് രാമൻ എക്സൈറ്റ്, അത് രാമനൊക്കെ ചെയ്തിരുന്ന കാലം 1927, 1930 ആ കാലത്തൊക്കെ നമുക്ക് ലേസർ ഇല്ലല്ലോ. നമുക്കൊരു ലേസർ സോഴ്സ് വരുന്നത് 1960-ലാണ്. അപ്പൊ അതുവരെയും നമുക്ക് അന്നൊക്കെ ഉള്ള പവർഫുൾ ആയിട്ടുള്ള സോഴ്സസ്, ഇപ്പൊ ഉദാഹരണത്തിന് മെർക്കുറി പേപ്പർ ലാമ്പ് ഉപയോഗിക്കാം. അതൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ ഫീബിളായിട്ടാണ് വരിക. കാരണം 10⁸, 1/10⁸ ഒക്കെയാണ് ശരിക്കും രാമന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിമുലേറ്റഡ് ആംപ്ലിഫിക്കേഷനിൽ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അതിനകത്ത് നമുക്ക് യു ഹാവ് ടു യൂസ് എ ലേസർ ടു ബിഗിൻ വിത്ത്. അപ്പൊ അങ്ങനെ നമ്മളൊരു അതിന് കൊടുക്കുന്ന ആ രീതിയിലുള്ള ഇന്റൻസിറ്റി നമ്മൾ അകത്തേക്ക് കൊടുക്കണം. പിന്നെ അതിനൊരു ക്യാവിറ്റി ഉണ്ടാവും. ചില സമയത്ത് ഓട്ടോമാറ്റിക്കലി എക്സ്റ്റേണൽ ക്യാവിറ്റി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അതിന് തിയറി ഉണ്ട്. പക്ഷെ അതെനിക്കിപ്പോ സ്റ്റിമുലേറ്റഡ് ആംപ്ലിഫിക്കേഷന്റെ തിയറി തന്നെയാണത്, എലോങ് ദ ബീം പാത്ത്. ഇപ്പൊ നമ്മൾ സ്റ്റിമുലേറ്റഡ് രാമൻ സ്കാറ്ററിങ് എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഫ്രണ്ടിലേക്ക് ബീം ഫോക്കസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അത് ഫേസ് കോൺജുഗേറ്റ് ആയിട്ട് പുറകോട്ട് വരും. അതായത് ആ ബീമിൽ കൂടി തന്നെ, പമ്പ് ചെയ്യുന്ന ബീമിൽ കൂടി തന്നെ SRS പുറകോട്ട് വരും. മുന്നോട്ടും പോകും, പുറകിലോട്ടും വരും. അപ്പോ അങ്ങനെയുണ്ട്. അപ്പോ അത് പമ്പ് റേഡിയേഷനിൽ നിന്ന് എനർജി എടുത്തിട്ട് രാമൻ ബീം ആംപ്ലിഫൈഡ് ആകുന്നതാണ്. അതാണ് അതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്, സ്റ്റിമുലേറ്റഡ് ആംപ്ലിഫിക്കേഷൻ. അങ്ങനെ ശ്രീഹരിയുടെ ചോദ്യം, വൈ ഡസ് ഫോട്ടോൺസ് നോട്ട് ഹാവ് മാസ് എന്നാണ്. അതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ. ഫോട്ടോൺസിന് മാസ് ഇല്ല എന്ന് മാത്രമേ അറിയുള്ളൂ. വൈ ഡു ഫോട്ടോൺസ് ഡോണ്ട് ഹാവ് മാസ്? അത് ഏതായാലും ഇപ്പോൾ അതിനൊരു ഉത്തരം പറയാൻ ഞാൻ അശക്തനാണ്. കാരണം ഞാനൊരു എക്സ്പേർട്ട് അല്ല ആ വിഷയത്തിൽ. Can you explain the difference between Raman lines and Raman shift?
ഓക്കെ. രാമൻ ലൈൻ വരുന്നത് എപ്പോഴും ഒരു രാമൻ ഷിഫ്റ്റ് അതിലുണ്ടാവും. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ അസറ്റോൺ എടുത്തിട്ട് ഗ്രീൻ ലൈറ്റ് കൊണ്ട് നമ്മൾ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റോണിലെ ഒരു ലൈൻ ഉണ്ട് 1000 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് അതിന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ അത്രയും അകലത്തിൽ ആണ് ഈ ലൈൻ വരിക, രാമൻ ലൈൻ വരുന്നത്. ഒരു സ്റ്റോക്സ് ലൈൻ ആണ്. അപ്പൊ നമ്മൾ ഗ്രീൻ കൊണ്ട് എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിലാണ് വരിക. കാരണം എക്സൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വേവ് ലെങ്തും ഈ എമിഷൻ വേവ് ലെങ്തും ഈ സ്റ്റോക്സ് ലൈനും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും 1000 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതുകൊണ്ട് ഗ്രീനിൽ എക്സൈറ്റ് ചെയ്താൽ അത് റെഡിൽ കിട്ടും, റെഡിൽ എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഫ്രാറെഡിലായിരിക്കും കിട്ടുക. അപ്പൊ ആ ഒരു വ്യത്യാസത്തിനെയാണ് നമ്മൾ രാമൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. രാമൻ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ആ ലൈൻ കിടക്കുന്നത്. ഇപ്പൊ സ്റ്റോക്സ് ലൈൻസ് ചിലപ്പോൾ 2ഉം 3ഉം കാണും, ആന്റി സ്റ്റോക്സ് ലൈൻസ് 1ഓ 2ഓ കിട്ടിയെന്ന് വരാം. അതിനെയൊക്കെ നമ്മൾ രാമൻ ലൈൻ എന്ന് വിളിക്കും. ഹൗ ഫോട്ടോൺസ് എക്സൈറ്റ് ഇലക്ട്രോൺ അറ്റ് ക്വാണ്ടം ലെവൽ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ചോദ്യമാണ്. ക്ലാസിക്കലായിട്ട് പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് അവിടെയുള്ള കാര്യം. ഇഫ് ഐ സ്പീക്ക് ക്ലാസിക്കലി, അതായത് ഫോട്ടോൺ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ കൺസെപ്റ്റിൽ മാക്സ്വെൽസ് വേവ് ഇക്വേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു വേവ് ആണല്ലോ. അപ്പോൾ അതൊരു ഓസിലേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ക്ലാസിക്കൽ പിക്ചർ. ക്വാണ്ടം പിക്ചറിലേക്ക് ഞാൻ പോകുന്നില്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഫോട്ടോൺസ് എങ്ങനെയാണ് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്യുക എന്നുള്ളത്, അതും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വിശദമായി അതേപ്പറ്റി പറയാൻ ക്വാണ്ടം മെക്കാനിക്സ്, ക്വാണ്ടം ഓപ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നതായിരിക്കും നല്ലത്. രുചി സാർ, ഞാൻ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. ഐ വാസ് വർക്കിംഗ് വിത്ത് ഡോക്ടർ രഞ്ജിനി ബാന്തോപാധ്യായ ആസ് എ റിസർച്ച് അസിസ്റ്റന്റ്. സോ സാർ, എന്റെ പേര് വെങ്കടേഷ്. ഞാനിപ്പോ കാനഡയില് ഒരു റേഡിയേഷൻ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ക്യാൻസർ സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ ദിസ് ബ്രില്യൻ ടോക്ക്. നന്നായിട്ട് ഡ്രൈവ് ചെയ്തു. ഇറ്റ് വാസ് വെരി ഫാസിനേറ്റിംഗ്. തുടക്കം തൊട്ട് അവസാനം വരയ്ക്കും യു കെപ്റ്റ് us with you. സോ നല്ല രസമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. എനിക്ക് ഒരു 2 പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ സാർ അപ്ലിക്കേഷൻ പാർട്ട് ഡിസ്ക്രൈബ് ചെയ്തല്ലോ. അപ്പൊ ഇവിടെ മേ ബി MSc സ്റ്റുഡൻസ് ഉണ്ടാവാം, PhDക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. അവർക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ വെച്ചിട്ട്, ഈ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് മെഡിക്കൽ ഫിസിക്സിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എസ്പെഷ്യലി വാങ്കോവറിൽ ബ്രിട്ടീഷ് കൊളംബിയ ക്യാൻസർ സെന്ററിൽ ഞാൻ കഴിഞ്ഞ ഒരു കനേഡിയൻ ഓർഗനൈസേഷൻ ഓഫ് മെഡിക്കൽ ഫിസിക്സിന്റെ ആനുവൽ കോൺഫറൻസിന് പങ്കെടുത്തിരുന്നു. അപ്പോ ഒരു 3-4-5 ടോക്കുകളോളം രാമൻ സ്പെക്ട്രോസ്കോപ്പിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ RRIയിലൊക്കെ ഈ ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷൻ എക്സ്പെരിമെന്റൽ സ്കിൽസ് ഉള്ള ആൾക്കാർക്ക്, ഇഫ് ദേ വാണ്ട് ടു കം ടു ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ ഫിസിക്സ്, ദർ ആർ a lot of options, and in Canada I will definitely endorse British Columbia cancer groups for them to search over Google and find their interest. I hope this information helps. Absolutely, വളരെ യൂസ്ഫുൾ ആണ്. ഇൻഫാക്ട് ഞാനത് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ഈവൻ just 2 days back I was attending a talk. ചന്ദ്രബാസ് നാരായണ അറിയോ? Not personally. ഷാജി സാറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചന്ദ്രബാസിന്റെ വളരെ നല്ലൊരു ടോക്ക് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പെക്ട്രോസ്കോപ്പി എല്ലാം കൂടി ചേർത്തിട്ട്, ഇപ്പൊ ഞാന് മെനി ഇയേഴ്സ് ബാക്ക് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളില് അവര് സിമിലർ എഫേർട്സ് ഉണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഉണ്ട്. രാമൻ ഇപ്പോ മെഡിക്കൽ ഫീൽഡിൽ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞില്ല, പക്ഷെ വെങ്കടേഷ് അത് പറഞ്ഞത് വളരെ നന്നായി. കാര്യം ഇത് കേൾക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പലർക്കും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്. ഫോർ ഇൻസ്റ്റൻസ്, നമ്മൾ ലങ് ക്യാൻസർ റേഡിയേഷൻ കൊണ്ട് റേഡിയോതെറാപ്പി വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹൗ ദ മോളിക്യൂൾസ് ലുക്ക് ലൈക്ക് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു എന്നുള്ള രീതിക്കൊക്കെയാണ് സ്റ്റഡീസ്. സോ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്, ഫാസിനേറ്റിംഗ്. ആൻഡ് അപ്പോൾ ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷനിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രോബബ്ലി ഹയർ ചാൻസസ് ടു സെക്യൂർ എ PhD പൊസിഷൻ. ശരിയാണ്. വെരി ട്രൂ. താങ്ക്സ് ഫോർ പോയിന്റിംഗ് ദിസ് ഔട്ട്.
Yeah. Once again, thanks for the nice talk and nice seeing you after a long time. Yeah, my pleasure, Venkatesh. So myself, I'm Ansel. I'm from Sulam Salam Science College. Yeah. So I would like to ask a question that why do we observe Raman spectroscopy only in liquid but not in gas? ഗ്യാസസിൽ കാണാലോ, we can see But gases. observable ആയിട്ട് കാണാൻ പറ്റുമോ? പറ്റും. അത് see, there are few things to take care of. ഒന്ന്, we need high pressure in many cases. ഈ ഗ്യാസസില് രാമൻ ഫീബിൾ ആയി പോകുന്നതിന്റെ കാരണം lack of concentration. See, compared to the solid state, if you take liquids or solids, then the number density of molecules, that is much higher compared to gases. This is the only reason why in gases Raman can be feeble compared to what you get in solids and liquids. But then the solution to this is to have high pressure gas cells where you can still get Raman. Okay, thank you, sir. That was very informative, and thank you for your talk. Okay. Thank you, Ansel. Why photon scatter? എന്ന് ചോദിച്ചാൽ അതിന് എനർജി ഉണ്ട്, അതിന് സ്കാറ്റർ ചെയ്യാൻ പറ്റും. See, it can transfer the energy to the molecule. അപ്പോൾ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ വഴിയാണ് മോളിക്യൂളെ, നമ്മൾ രാമൻ സ്കാറ്ററിങ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിനെയാണ് എക്സൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഒരു റിയൽ സ്റ്റേറ്റ് ഇല്ലാത്ത സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് സ്കാറ്ററിങ്ങിൽ. ഒരു നോൺ റെസണന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് വാസ്തവത്തിൽ. സോ ദ വേവ്സ് വിച്ച് കം ഇൻ. അപ്പൊ ഇവിടെയും അഗെയിൻ നമുക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വൈ ഫോട്ടോൺസ് സ്കാറ്റർ എന്ന് പറയുമ്പോഴേക്കും പിന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ആയിട്ട് അതിന് ആൻസർ പറയാൻ പറ്റും. കാരണം ദ മോമെന്റ് യു സേ ഫോട്ടോൺ, ഇറ്റ് ഈസ് എ ക്വാണ്ടം മെക്കാനിക്കൽ എൻറ്റിറ്റി ആണല്ലോ ഫോട്ടോൺ എന്ന് പറയുന്നത്. കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ക്ലാസിക്കലായിട്ട് പറയാൻ. ഇലക്ട്രോഡൈനാമിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം ഇലക്ട്രിക് ഫീൽഡുകളെ വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ. ഒരു സിസ്റ്റത്തിൽ നിന്ന് അടുത്ത സിസ്റ്റത്തിലേക്ക് എനർജി ട്രാൻസ്ഫർ ആകുന്നത് തന്നെയാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി മാറ്ററിൽ ചാർജ് ഉള്ളതുകൊണ്ടല്ലേ, ചാർജും ഇന്ററാക്ഷൻ. അബ്സല്യൂട്ട്ലി. കാരണം ഇതിനകത്ത് വരുന്നത് ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പം ഒരു എക്സൈറ്റേഷൻ വന്നിട്ട് മാറ്ററിന് ചാർജ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ചാർജ് ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ഈ ഫീൽഡും EM ഫീൽഡും മാറ്ററിലെ ചാർജും കൂടി ഇന്ററാക്ട്. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ കിടക്കുന്നത്, കൃഷ്ണൻ ഡിഡ് നോട്ട് ഗെറ്റ് മച്ച് റെക്കഗ്നിഷൻ, ഈസ് ഇറ്റ് റൈറ്റ്? കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എനി കമന്റ്സ്? See, if I try to answer that, the answer could be very long. കാരണം അത് നമ്മൾ the nature of PhD അങ്ങനെ പലതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് റെക്കഗ്നീഷൻ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല. ഹി became കൃഷ്ണൻ അല്ലേ NPL ആദ്യത്തെ ഡയറക്ടർ ആയത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നാഷണൽ ഫിസിക്കൽ ലാബ്സ് ഡൽഹിയിലെ അല്ലേ? അതെ. കൃഷ്ണൻ ആയിരുന്നു NPL ആദ്യത്തെ ഡയറക്ടർ. കൃഷ്ണൻ അതുപോലെ ധാരാളം ഇന്ത്യൻ സയൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിഡ് നോട്ട് ഗെറ്റ് മച്ച് റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ രാമന് മാത്രമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നത്. പക്ഷേ എപ്പോഴും ലാബുകളിൽ സംഭവിക്കുന്നത് പോലെ പ്രൊഫസർ വന്ന് നേരിട്ട് നിന്ന് എക്സ്പെരിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ടാണ് സംഭവിക്കാറുള്ളത്. ഒരു PhD സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ചെയ്യുന്ന അത്രയും സമയം ഒരു പ്രൊഫസർക്ക് ഒരിക്കലും തീർച്ചയായിട്ടും ഒരു ലാബിൽ നിന്ന് വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ രാമന്റെ ബ്രില്യൻസ് നമുക്കൊരിക്കലും കുറച്ച് കാണാൻ സാധിക്കില്ല. അത് രാമൻ ഇതിൽ മാത്രമല്ല, രാമൻ ഇഫക്റ്റിൽ മാത്രമല്ല രാമന്റെ ബ്രില്യൻസ് പുറത്തു വന്നിരിക്കുന്നത്. രാമൻ മറ്റ് ഫീൽഡുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലോഗ്രഫിയിലും ഒക്കെ രാമൻ പിന്നീട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു ബ്രില്യൻസും അതുപോലെ കൃഷ്ണൻ തീർച്ചയായും വളരെ നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. അത്രയും മെറ്റിക്കുലസ് ആയിട്ട് ഈ എക്സ്പെരിമെന്റ്സ് ആ ഒരു കാലത്ത് ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും കഴിവുണ്ടായിരുന്നു, അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ റെക്കഗ്നീഷൻ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ചില ആൾക്കാർക്ക് അറിയില്ല. കൃഷ്ണൻ യഥാർത്ഥത്തിൽ പിന്നീട് NPL ഡയറക്ടറായി, അദ്ദേഹം ഇന്ത്യൻ സയൻസിന് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യം അറിയാത്ത ധാരാളം പേരുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും ഇതിനകത്തുണ്ട്.
കിട്ടേണ്ട റെക്കഗ്നീഷൻ കിട്ടി എന്നേ ഞാൻ പറയുള്ളൂ. നൊബേൽ പ്രൈസ് കിട്ടിയില്ല, പക്ഷെ ബാക്കി എല്ലാ റെക്കഗ്നീഷനും കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഇപ്പൊ നൊബേൽ പ്രൈസസ് ആർക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളത് ഒരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വളരെ ബുദ്ധിമുട്ടാണ്. ECG സുദർശന് കിട്ടിയില്ലല്ലോ. അപ്പോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പല കാര്യങ്ങളും ഈ എക്സ്പെരിമെന്റിലും രാമൻ കൃത്യമായിട്ട് ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായും ഡയറക്റ്റ് ചെയ്തിരുന്നല്ലോ. അതെ, കാരണം രാമൻ ആദ്യം തൊട്ട് തന്നെ ഈ ഒരു ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷൻ, അതായത് ഫോട്ടോൺസും ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മള് വാട്ട് ഹി ഒബ്സർവ്സ്, അതാണ് ശരിക്കും കോംപ്ടൺ സ്കാറ്ററിങ്ങിന്റെ കേസിൽ ആദ്യം കോംപ്ടൺ ഇഫക്റ്റ് പുള്ളി അംഗീകരിക്കുന്ന പോലുമില്ല. ആദ്യകാലത്ത് കോംപ്ടണോട് തന്നെ നേരിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് കാണാം, ബയോഗ്രഫിയിലൊക്കെ കാണാം. കോംപ്ടൺ, നിങ്ങൾ നല്ല പ്രാസംഗികനാണ്, പക്ഷെ നിങ്ങളുടെ സയൻസ് ശരിയല്ല എന്ന് വരെ രാമൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് രാമൻ മനസ്സിലാക്കുന്നു എക്സ്റേസും ഇലക്ട്രോൺസുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതുപോലെ വിസിബിൾ സ്പെക്ട്രൽ റീജിയനിൽ ഒരു ഇന്ററാക്ഷൻ വരാം എന്ന് രാമൻ മനസ്സിലാക്കുന്നു. ആ ഒരു ഐഡിയ കൊടുത്തിട്ടാണ് രാമന്റെ സ്റ്റുഡൻസ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കൃഷ്ണനും ഈ ഐഡിയ രാമൻ തന്നെയാണ് കൊടുത്തത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതാണ്. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അങ്ങനെ വരാനാണ് സാധ്യത. അപ്പൊ ഇതിന്റെ ഒരു യഥാർത്ഥ നേച്ചർ ഈ ആദ്യം രാമന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്, സ്റ്റുഡൻസിനും മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ഒരു വൈബ്രേഷന്റെ എനർജിയാണ് യഥാർത്ഥത്തിൽ ഈ കുറഞ്ഞു പോകുന്ന എനർജി, സ്കാറ്റർ ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ എനർജി എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ വൈബ്രേഷനുമായിട്ട് കൃത്യമായി മാച്ച് ആകുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് പിന്നെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മുന്നോട്ട് മനസ്സിലാക്കുന്നത്. ഇനി ചോദ്യങ്ങളിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഏതായാലും ഒരു 130-140 പേര് ആ ടോക്കിന്റെ സമയത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത്. അപ്പൊ എല്ലാവരുടെയും പേരില്, ലൂക്കയുടെ പേരിലും ഇത് കേട്ടുന്ന എല്ലാവരുടെയും പേരില് ഒരു ബിഗ് താങ്ക്സ്. നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്യാം കുറച്ച് ദിവസത്തിന് ശേഷം, ചെറിയ എഡിറ്റിംഗിന് ശേഷം. ഓക്കെ, താങ്ക്സ്. തീർച്ചയായിട്ടും ലൂക്കായോടും ഷാജി സാറിനോടും പിന്നെ എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ പറയുകയാണ്. ഇത്രയും പേര് ഏതായാലും ഈ ടോക്ക് കേട്ടു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.